വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ സാക്ക് ഗെയിമേഴ്സിൻ്റെ അടുത്ത ഒരു സോളോ റൂം മാച്ചുമായി ബന്ധപ്പെട്ട് എന്തായാലും നമ്മളിവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് സാക്ക് ഗെയിമേഴ്സിൻ്റെ ഒരു സോളോ റൂം മാച്ച് ഇന്ന് സാക്ക് ഗെയിമേഴ്സ്, അതായത് സാക്കിൻ്റെ കിട്ടെത്തി ഹായ് എന്ന് പറഞ്ഞ് കൽവന്നി കയറി വാ എൻ്റെ ഒരു സോളോ റൂം മാച്ച് സാക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന ഒരു സോളോ റൂം മാച്ചാണ്. എന്തായാലും ഒരു സോളോ മാച്ച് ഇന്ന് സാക്ക് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഓപ്പൺ ചെയ്ത് തന്നിരിക്കുന്നു. എന്തായാലും എല്ലാ ടീംസും കയറുന്നുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 17 മെമ്പേഴ്സായി, 100 മെമ്പേഴ്സിൽ 17 മെമ്പേഴ്സായി. ഇനിയുള്ള മെമ്പേഴ്സ് എല്ലാം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇറാങ്കിൽ തന്നെയാണ് മാപ്പ്, സോളോ ആണ്, ഏഷ്യ തന്നെയാണ്. എൻ്റെ പൊന്നുമോനെ 18 മെമ്പേഴ്സ് എത്തി, ഒരു രക്ഷയില്ല. അപ്പോൾ അബൂട്ടിയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അംജിത് ഇവിടെ നിൽപ്പുണ്ട്, സാക്കിൻ്റെ എൻ്റെ പൊന്നുമോനെ സാക്കിൻ്റെ സുൽത്താൻ. അപ്പോൾ ഇന്ന് നമ്മുടെ റൂം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല സാക്കിൻ്റെ സുൽത്താൻ തന്നെ. സാക്കിൻ്റെ സുൽത്താനാണ് ഇന്ന് നമ്മുടെ റൂം കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും സാക്കിൻ്റെ സുൽത്താൻ ഇന്ന് സാക്കിൻ്റെ ഒരേ ഒരു സുൽത്താനാണ്. അപ്പോൾ ഇന്ന് സാക്കിൻ്റെ ഒരേ ഒരു സുൽത്താൻ നിങ്ങൾക്ക് വേണ്ടി എന്തായാലും എല്ലാം സെറ്റാക്കി റൂം എല്ലാം ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് തന്നിരിക്കുകയാണ്. 19 മെമ്പേഴ്സ് അവിടെ. ആക്ടിൻ്റെ ടോണി, സ്കൾ ഹണ്ടർ, അവിടെ സാക്കിൻ്റെ ഹണ്ടർ, എൻ്റെ പൊന്നുമോനെ അവിടെ ഹായ് ബ്രോ, എല്ലാവർക്കും കയറാമോ? ആർക്ക് വേണമെങ്കിലും കയറാം. ഐവാനെ നീയും വന്ന് കയറി, ഒരു രക്ഷയില്ല, കയറിക്കോ കൽബേ. ആർക്കും വരാം കിലോ 10 എന്നൊക്കെ പറയുന്നത് ആർക്കും കയറാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാക്കിൻ്റെ മുത്ത് അവിടെ നിന്ന് എന്തായാലും സാക്കിൻ്റെ സുൽത്താൻ മാടി വിളിക്കുന്നുണ്ട്. 100 മെമ്പേഴ്സിൽ 20 മെമ്പേഴ്സായി. എന്തായാലും അഡ്മിറൽ EXP ടീമിൻ്റെ കൽബ്, എൻ്റെ പൊന്നുമനെ ഏരിയസിൻ്റെ വിപിൻ, ഐഡൻറ്റിറ്റിയുടെ കൽബ് ഓക്കെ എന്ന് പറയുന്നുണ്ട്. കയറി വാ കൽബ്, നിനക്കും വരാം, നിനക്കും കൊണ്ടുപോവാം. കയറി വാ. TB7ൻ്റെ കൽബ് അവിടെ എത്തിയിട്ടുണ്ട്. ഇമ്രാൻ കൽബ് അവിടെ എത്തിയിട്ടുണ്ട്. റോബർട്ട് ടോണി, AGയുടെ ഓസും സ്റ്റാർലോഡും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സുൽത്താൻ ഇന്ന് റൂമിട്ട സാക്കിൻ്റെ സുൽത്താൻ അവിടെ നിൽപ്പുണ്ട്. ഓയമിൻ്റെ ഒരു കൽബ് അവിടെ നിൽപ്പുണ്ട്. ആക്ടിൻ്റെ ടോണി അവിടെ നിൽപ്പുണ്ട്. സാക്കിൻ്റെ അഞ്ച് അവിടെ നിൽപ്പുണ്ട്. എൻ്റെ പൊന്നുമോനെ താഴെ നോക്കിക്കഴിഞ്ഞാൽ FO ടീമിൻ്റെ 5 മെമ്പർ എത്തി. സ്ലോട്ടിൽ കിടക്കുന്നത് പോലെ തന്നെ 5 മെമ്പറും. ഞാൻ സ്പെക്ടേറ്റിലാണ് കൽബേ. അപ്പോൾ എന്തായാലും സ്ലോട്ടിൽ കിടക്കുന്നത് പോലെ തന്നെ വന്ന് കയറി കിടക്കുകയാണ്. എന്തായാലും വേർവിട്ട് അങ്ങോട്ടും എല്ലാം പോയിട്ടുണ്ട്. എന്തായാലും 20 മെമ്പേഴ്സ് എത്തി, 100 മെമ്പേഴ്സിൽ 20 മെമ്പേഴ്സ് എത്തി. അപ്പം നമ്മുടെ ലൈവ് കാണുന്ന എല്ലാ മെമ്പേഴ്സിനും വളരെയധികം എൻ്റെ ലൈവ് സ്ട്രീമിലേക്ക് സ്വാഗതം. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ലൈവ് കാണുന്ന എല്ലാ മെമ്പേഴ്സിനും വളരെയധികം നന്ദി. അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എഫോടെ ടീം IGDയുടെ ഒരു ലോഗോ എത്തിയിട്ടുണ്ട്, കൽബ് എത്തിയിട്ടുണ്ട്. അപ്പോൾ 100 മെമ്പേഴ്സിൽ 21 മെമ്പേഴ്സ് എത്തി. അപ്പോൾ ഇന്ന് സാക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഒരുക്കി വെച്ചിരുന്നത് മറ്റൊന്നുമല്ല, സാക്കിൻ്റെ ഒരു സോളോ റൂം മാച്ച് തന്നെ. അപ്പോൾ ഈ റൂം മാച്ചിലേക്ക് നമ്മുടെ എല്ലാ മെമ്പേഴ്സിനും വരാം, അങ്ങനെയൊന്നുമില്ല. 23 മെമ്പേഴ്സ് എത്തി. എന്തായാലും എഫോടെ ഒരു കൽബ് അവിടെ എത്തിയിട്ടുണ്ട്. മറ്റാരെത്തി നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും കയറി വാ കൽബുകളെ, കയറി വാ, ഇങ്ങോട്ട് കയറി വാടാ കൽബുകളെ, ഇങ്ങ് കയറി വാ പൊന്നുമോനെ. സാക്ക് ഈ കളി സ്റ്റാർക്ക് എത്തിയിട്ടുണ്ട്, ആക്ടിൻ്റെ സ്റ്റാർക്ക് എത്തി. അങ്ങനെ 24 മെമ്പർ എത്തി. മെമ്പർ എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലൈവ് കാണുന്ന ഏതെങ്കിലും ഒരു മെമ്പർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ലൈവ് ചാറ്റിൽ കൂടെ ഒരു മെസ്സേജ് ചെയ്യുക. ലൈവിൽ കൂടെ ഒരു മെസ്സേജ് ഇടാ കൽബേ. നിനക്ക് ഞാനൊരു പൊൻകിരീടം തന്നെ തരും. 25 മെമ്പർ എത്തി. 25 മെമ്പർ. ഇനി അല്ല പിന്നെ പോളി എന്ന് പറയുന്നുണ്ട്. സാക്കിൻ്റെ ഡെവിൽ, കയറി വാ കൽബേ. സാക്കിൻ്റെ ഒരേ ഒരു ഡെവിൽ അവിടെ നിന്നുകൊണ്ട് പൊളി കൽബേ എന്ന് പറയുന്നുണ്ട്. അല്ല പിന്നെ പോളി എന്ന് പറയുന്നുണ്ട്. അൽപൊളിയാണ് സാക്കിൻ്റെ ഡെവിൽ. കയറി വാ കൽബേ, നിനക്കുണ്ട് ചിക്കൻ ബ്രോ. ഐ ആം കമ്മിങ്, വെയിറ്റ് പ്ലീസ്. ഷിബിൻ വിജയ്, കയറി വാ കൽബേ, നീ കയറി വാ, നിനക്കുള്ളതാ, കയറി വാ. സാക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ചിക്കൻ സോളോ റൂം മാച്ചിൽ കയറി മോസിക്കിൽ അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ കൽബേ, അടുത്ത നിനക്ക് വേണ്ടി ഞങ്ങൾ റോയൽ പാസിക്ക് ഒരു റൂം ഇടുന്നുണ്ട്. ആ ഒരു റൂം മാച്ചിൽ നിനക്ക് വേണ്ടി ഞാൻ ഒരു സ്ലോട്ട്, ഒരു ചെറിയ ഒറ്റക്കോളം നിനക്ക് തന്നെ മാറ്റിയിടാം. നീ കയറി വാ, നിനക്കുണ്ട്. അപ്പോൾ ഏരിയസിൻ്റെ സോനും കൊടുത്തിട്ടുണ്ട് കൽബുകളെ. ഏരിയസിൻ്റെ സോനും കൊടുത്തിട്ടുണ്ട്. ആക്ടിൻ്റെ ചെതു കൊടുത്തിട്ടുണ്ട്. എന്തായാലും 27 മെമ്പറായി. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സാക്കിൻ്റെ സുൽത്താൻ അവിടെ നിൽപ്പുണ്ട്. സാക്കിൻ്റെ സുൽത്താൻ പറയുന്നത് കൽബുകളെ ഒന്ന് കയറി വാ, എനിക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു വിടാനാ കൽബുകളെ. അപ്പോൾ എന്തായാലും 100 മെമ്പേഴ്സിൽ 27 മെമ്പേഴ്സായി. 100 മെമ്പേഴ്സിൽ 27 മെമ്പേഴ്സായി. എന്തായാലും സാക്കിൻ്റെ പിള്ളേരെല്ലാം കയറി വരുന്നുണ്ട്. സാക്കിൻ്റെ അംജിത് മാത്രമേ എത്തിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഇല്ല, സാക്കിൻ്റെ 100 എത്തിയിട്ടുണ്ട്. സാക്കിൻ്റെ ഒരേ ഒരു കുളിരെ 100 അവിടെ എത്തിയിട്ടുണ്ട്, ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും 100 മെമ്പേഴ്സിൽ 27 മെമ്പേഴ്സായി. ഒന്ന് വെയിറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൽബുകൾക്ക് ഇനിയും കയറാനുണ്ട്.
കയറി വരി നിങ്ങൾക്കുണ്ട് സ്ലോട്ട്, നിങ്ങൾക്ക് മാത്രം കിടക്കുന്ന സ്ലോട്ട്. എന്തായാലും 100 മെമ്പേഴ്സിൽ 26 മെമ്പേഴ്സ് ഉണ്ട്. കയറി വന്നു കഴിഞ്ഞാൽ നിനക്ക് മടിക്കാം ഒരു ചിക്കൻ. കയറി വാ കൽബേ. എന്തായാലും ലൈവ് കാണുന്ന ഏതെങ്കിലും മെമ്പർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ലൈവ് ചാറ്റി കൊണ്ടിരിക്കും, മെസ്സേജ് വിടുക. മെസ്സേജ് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് ഞാൻ തരും ഒരു പൊന്നരിഞ്ഞാണം. നീ ഇങ്ങോട്ട് കയറി വരി കൽബേ. അപ്പോൾ സാക്കിൻ്റെ നോവ എത്തിയിട്ടുണ്ട്, ഒരു രക്ഷയില്ല. അപ്പോൾ ലൈവ് കാണുന്ന F4 അടുത്ത മെമ്പർ എത്തിയിട്ടുണ്ട്. എന്തായാലും F4 ടീം ഇന്ന് ഇറക്കി തിരിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ F4 ടീം ഇന്ന് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. F4 ടീം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും 8-10 മെമ്പേഴ്സ് എന്തായാലും F4 ടീമിലുള്ള എല്ലാ മെമ്പേഴ്സും കയറും, അടിക്കും, എന്തായാലും കയറി അടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് F4 അബൂട്ടി തന്നെ അവിടെ കയറിയിരിക്കുന്നു. എന്തായാലും 29 മെമ്പറായി. എന്തായാലും അൺസ്റ്റോപ്പബിളിൻ്റെ സിയൂസ് അവിടെ എത്തിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. എന്തായാലും ഇന്നത്തെ ഒരു മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു മാച്ചുമല്ല കൽബേ. എന്തായാലും കൂടെ ഒരു സപ്പോർട്ട് കാണില്ല. അത് തീർച്ചയായിട്ടും കൂടെ ഒരു സപ്പോർട്ട് കാണില്ല കൽബേ. ഒറ്റയ്ക്ക് നിന്ന് അടിക്കണം. അതാണ് കഴിവ്, അതാണ് കളി, അതാണ് കഴിവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ AGDയുടെ ഓസമൊക്കെ വന്ന് കിടക്കുന്ന 31 മെമ്പർ. ഒരു രക്ഷയില്ല. ലൈവ് കാണുന്ന നമ്മുടെ കൽബുകളുണ്ടെങ്കിൽ ലൈവ് ചാറ്റിൽ കൂടെ ജസ്റ്റ് ഒരു മെസ്സേജ് ഇടാ കൽബേ. നിനക്ക് ഞാൻ തരും ഒരു പൊന്നരിഞ്ഞാണം, പൊൻകിരീടം. ASTയുടെ കൽബ് എത്തിയിട്ടുണ്ട്. ASTയുടെ ഒരു കൽബ് എത്തിയിട്ടുണ്ട്. എന്തായാലും ലൈവ് കട്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയാണ് കൽബേ. നീ എനിക്കൊരു മെസ്സേജ് വിടാ കൽബേ, ഒരു മെസ്സേജ് എന്തായാലും വിടാ കൽബേ. എന്തായാലും 100 മെമ്പേഴ്സിൽ 30 മെമ്പേഴ്സ് എത്തിയിട്ടുണ്ട്. 100 മെമ്പേഴ്സിൽ ലൈവ് ഉണ്ടെന്ന് പറയുന്നുണ്ട് സാക്കിൻ്റെ നോവ. പിന്നെന്ത് വേണം പുള്ളിയെ, ഒരേ ഒരു കുളിര് സാക്കിൻ്റെ നോവ അവിടെ ലൈവ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു രക്ഷയില്ല. എന്തായാലും ഹണ്ടറിൻ്റെ അടുത്ത് തന്നെ, ഹണ്ടറിൻ്റെ അടുത്ത് തന്നെ ചേർന്ന് കിടക്കാൻ സാക്കിൻ്റെ അംജിത് അവിടെ എത്തിയിട്ടുണ്ട്. പൊന്നെ കിരീടം മറക്കല്ലേ എന്ന് പറയുന്നുണ്ട്. കിരീടവും മറക്കില്ല, ചെങ്കോലും മറക്കില്ല, ചെങ്കൊടിയും മറക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാക്ക് നോവ അവിടെ വന്ന് പൊന്നെ കിരീടം മറക്കല്ലേ എന്ന് പറയുന്നുണ്ട്. ഒരു കിരീടം അല്ലടാ, ഒരു 1.5 കിരീടം തന്നെ നിനക്ക് നിന്റെ തലയിൽ ഞാൻ വെച്ച് തരുമെന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും മറ്റാരുമല്ല സാക്കിൻ്റെ കോലീഡർ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. സാക്ക് റേഞ്ചർ. അങ്ങനൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലടാ കൽബേ, അങ്ങനൊന്നും മറ്റാർക്കും തന്നു വിടത്തില്ലടാ കൽബേ. അങ്ങനെ സാക്കിൻ്റെ സോളോ മാച്ചിൽ കയറി എവിടെ എന്തായാലും സാക്കിൻ്റെ ക്രൂയിസർ വിവേക് ബൈജു എത്തിയിട്ടുണ്ട്. DRKയുടെ കൽബെത്തിയിട്ടുണ്ട്. DRKയുടെ ഒരു കൽബെത്തിയിട്ടുണ്ട്. എൻ്റെ പൊന്നു മോനെ അവിടെ ഒരു കൽബെത്തിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും അൺസ്റ്റോപ്പബിൾ ടീമിൻ്റെ എൻ്റെ പൊന്നുമോനെ F4 ടർബോ എത്തിയിട്ടുണ്ട്. F4 ടർബോ എന്തായാലും കൽബേ നീ ഒന്ന് നോക്കടാ. നിങ്ങളെല്ലാവരും നിരന്ന് കിടന്നപ്പോൾ എൻ്റെ ഒരു F4യുടെ കൽബ് മോളിൽ പോയി കിടക്കുന്നുണ്ടോ? അതാണ് അവിടുത്തെ സ്നേഹം, മറ്റൊരു ടീമിനുമായിട്ടുള്ളൊരു സ്നേഹം. അവിടെ എന്തായാലും മുഗൾ മാഫിയ എന്ന് പറയുന്നത് എൻ്റെ പൊന്നുമോനെ മാഫിയ സംഘം, മാഫിയയുടെ തലവനൊക്കെ എത്തിയിട്ടുണ്ട്. മുഗൾ മാഫിയ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു രക്ഷയില്ല. മാഫിയയുടെ തലവൻ കയറിയിരിക്കുന്നു. എന്തായാലും 100 മെമ്പേഴ്സിൽ 35 മെമ്പേഴ്സ് എത്തിയിരിക്കുന്നു. എൻ്റെ പൊന്നുമോനെ സാക്കിൻ്റെ രണ്ടാമത്തെ ലുട്ടാപ്പി എത്തിയിരിക്കുന്നു. ഒരു രക്ഷയില്ല. സാക്കിൻ്റെ രണ്ടാമത്തെ ലുട്ടാപ്പി, അതായത് K08 ലുട്ടാപ്പി. സാക്കിൻ്റെ ഒരേ ഒരു ലുട്ടാപ്പി എന്ന് പറയാൻ പറ്റില്ല, 2 ലുട്ടാപ്പി. അപ്പം 100 മെമ്പേഴ്സിൽ 35 മെമ്പേഴ്സ് എത്തിയിരിക്കുന്നു. അഡ്ബറൽ ടീമിൻ്റെ കൽബ് എത്തിയിരിക്കുന്നു. EXP ടീമിൻ്റെ ആബേൽ എത്തിയിരിക്കുന്നു. എന്തായാലും വിവേക് ബൈജു, സാക്കിൻ്റെ വിവേക് ബൈജു എത്തിയിരിക്കുന്നു. F4 ഒരു കൽബ് എത്തിയിരിക്കുന്നു. ഐഡൻറ്റിറ്റി ടീം DB7 എൻ്റെ പൊന്നുമോനെ സ്കലിൻ്റെ 100 അവിടെ എന്തായാലും സ്കൽ 100 എന്തായാലും അംജിത് എത്തി. ഒരു രക്ഷയില്ല. എന്തായാലും സിയൂസ്, ടർബോ, ഓസം, സ്റ്റാർലോഡ്, റോബർട്ടോണി, റേഞ്ചർ, കാസ്ട്രോ എൻ്റെ പൊന്നുമോനെ F4 കാസ്ട്രോ അവിടെ എത്തിയിട്ടുണ്ട്. ഡാർക്കിൻ്റെ സ്പൈഡി അവിടെ എത്തിയിട്ടുണ്ട്. ആക്ടിൻ്റെ സ്റ്റാർക്ക്, ടോണി, ചെതു, ഐസ് എൻ്റെ പൊന്നുമോനെ നോവ, ലുട്ടാപ്പി, സ്പൈഡി, സാക്കിൻ്റെ സുൽത്താൻ, IGയുടെ ലൂഗ, ഏരിയസിൻ്റെ വിപിൻ. താഴെ നോക്കിക്കഴിഞ്ഞാൽ OMൻ്റെ ഒരു കൽബ് എൻ്റെ പൊന്നുമോനെ, ASTയുടെ ഒരു കൽബ്. 35 മെമ്പർ. കയറി വരി. നിങ്ങൾക്ക് കൊണ്ടുപോകാം നല്ല നാടൻ ചിക്കൻ. കയറി വാ കൽബേ. മോൾ എന്തായാലും ടീമെല്ലാം സെറ്റായിട്ടുണ്ട്. ഇങ്ങ് കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം ഒരു നാടൻ ചിക്കൻ. സാക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു നാടൻ ചിക്കൻ നിങ്ങൾക്ക് തന്നെ. ലൈവ് കാണുന്നവരുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. K3N ജിയൂസിൻ്റെ K3N കൽബ് ഒരാൾ എത്തിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് കൊണ്ടുപോകാം നാടൻ ചിക്കൻ. കയറി വന്ന് 36 മെമ്പർ അവിടെ എത്തി. 36 മെമ്പർ എത്തി. എന്തായാലും അങ്ങനൊന്നും വിട്ടുകൊടുക്കില്ലടാ, ഞാനും കയറുമെന്ന് പറഞ്ഞുകൊണ്ട് 36 മെമ്പർ എത്തി. 36 മെമ്പർ. 100 മെമ്പേഴ്സിൽ 36 മെമ്പർ എത്തി. ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 മെമ്പറും എത്തുമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാവരും തിരക്കാണ്. എന്തായാലും കുഴപ്പമില്ല. 35 മെമ്പറെങ്കിൽ 35 മെമ്പറിനെ വെച്ച് തന്നെ നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്യും. ലൈവ് കാണുന്ന ഏതെങ്കിലും മച്ചാന്മാരുണ്ടെങ്കിൽ ഒന്ന് ലൈവ് ചാറ്റിൽ കൂടെ ഒന്ന് എറിഞ്ഞ് നോക്കടാ. ഒരു ചെങ്കോല്, ചിലപ്പോൾ കിരീടം നിനക്ക് തന്നെ വീഴും. ഒരു രക്ഷയില്ല. 37 മെമ്പർ വെയിറ്റിങ്ങിലാണ്. സാക്ക് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ്. നിങ്ങളല്ലാതെ നമുക്ക് മറ്റാരുണ്ട് കൽബേ എന്ന് പറഞ്ഞുകൊണ്ട് സാക്കിൻ്റെ സുൽത്താൻ വെയിറ്റിങ്ങിലാണ്. നിങ്ങളെല്ലാം അങ്ങോട്ട് കയറിയതിന് ശേഷം മാത്രമേ കൽബേ ഞാൻ റെഡി കൊടുത്തു വിടൂ എന്ന് പറഞ്ഞുകൊണ്ട് സാക്കിൻ്റെ സുൽത്താൻ
സാക്കിൻ്റെ സുൽത്താൻ അവിടെ തന്നെ നിൽക്കുന്നു, ഒരു രക്ഷയില്ല. എന്തായാലും നിങ്ങളിങ്ങ് കയറി വരി, നമുക്ക് മാച്ച് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തിടാം. 38 മെമ്പർ, 100 മെമ്പേഴ്സിൽ 38 മെമ്പർ. എന്തായാലും കിരീടം കിട്ടില്ല. ദാവൂദ് ഇരുന്ന് ആശ് പറയുന്നുണ്ട്, സെലോട്സിൻ്റെ ആശ അവിടെ എത്തിയിട്ടുണ്ട്. ദാവൂദ് ഇരുന്ന് പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് കൽബെ, ഞാൻ ആ ഉറങ്ങിക്കിടന്ന ലോലിൻ്റെ അടുത്ത്, സെലോട്സിൻ്റെ ലോലിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതാണ് കൽബെ, നമ്മുടെ ടീമിനെ, സെലോട്സ് ടീമിനെ കൊണ്ടുവരാൻ. കൽബെ അവൻ ഉടായിപ്പാണ്. അത് ഞാൻ എവിടെയും തുറന്ന് പറയും, ലോലൻ ഉടായിപ്പ്. ലോലൻ വന്നിട്ടില്ല, തൂക്കമാണെന്ന് തോന്നുന്നു. ഖത്തറിൻ്റെ കഫീലാണ് ലോലൻ. എന്തായാലും എത്തിയിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്മിറൽ ടീം, എൻ്റെ പൊന്നുമോനെ മുഗൾ മാഫിയ, എന്തായാലും മാഫിയ സംഘത്തിലെ തലവൻ മോളിൽ തന്നെ പോയി. XP ഐഡന്റിറ്റി DB7 100 K, എൻ്റെ പൊന്നുമോനെ അംജിദ്, സാക്കിൻ്റെ 100ഉം സാക്കിൻ്റെ അംജിദ് മോളിൽ തന്നെ വന്ന് കിടക്കുന്നു. ഒരു രക്ഷയില്ല. ഇന്ന് അടിക്കും. ഇന്ന് സാക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഞങ്ങൾ തന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ട് സാക്കിൻ്റെ ടീംസ് എല്ലാം കയറിയിട്ടുണ്ട്. സാക്കിൻ്റെ ബാക്കിയുള്ള മെമ്പറെല്ലാം എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു. 37 മെമ്പർ കയറിവാ കൽബെ, കയറിവാ. നിനക്കുമുണ്ടൊരു കിരീടവും ചെങ്കോലും, കയറിവാ. ഏരിയസിൻ്റെ കൽബെല്ലാം സെറ്റാണ്. നീയൊക്കെ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ആ കിരീടവും ചെങ്കോലും ആര് കൊണ്ടുപോകുമെന്ന് നോക്കാം. ഒരു രക്ഷയില്ല. എന്തായാലും 36 മെമ്പർ, 100 മെമ്പറിൽ 36 മെമ്പർ എത്തിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. മിക്കവാറും ഇപ്പം തന്നെ റൂം മാച്ച് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തുവിടും. എന്തായാലും ഒരു 2 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു, ഒരു രക്ഷയില്ല. അപ്പം ലൈവ് കാണുന്ന കൽബുകളെ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തുവിട്ടു. എന്തായാലും 34 മെമ്പറെല്ലാം കയറിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. അപ്പോൾ സെറ്റാണ്, ടീമെല്ലാം സെറ്റാണ്. ടീമെന്ന് പറയാൻ പറ്റത്തില്ല. എന്തായാലും നമ്മുടെ കൽബുകളെല്ലാം സെറ്റാണ്, ഒരു രക്ഷയില്ല. അപ്പം എന്തായാലും നമുക്ക് നോക്കാം, മാച്ചിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ലൈവ് കാണുന്ന കൽബുകളുണ്ടെങ്കിൽ ആഷും നാഷും എല്ലാം ലൈവ് കാണുവാണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒരു ലൈക്ക് അടി പോനെ, ഒരു സപ്പോർട്ട് ചെയ്യുമോനെ കൽബെ. നീ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തി പോയാൽ മതി കൽബെ. നീ ഒരു ലൈവ് ചാറ്റിൽ കൂടെ ഒരു മെസ്സേജ് ഇടുക, എൻ്റെ ലൈവ് കാര്യങ്ങളൊക്കെ കട്ടായെന്ന് എനിക്ക് അറിയാൻ വേണ്ടിയാണ് കൽബെ. എനിക്ക് തോന്നുന്നു ലൈവ് കാര്യങ്ങളൊന്നും കട്ടായിട്ടില്ല. എന്തായാലും മാച്ച് സ്റ്റാർട്ടാകും. ഒരു ചെറിയൊരു കാൽപ്പാടിൻ്റെ സൗണ്ട് കേട്ടു. കാൽപ്പാടിൻ്റെ സൗണ്ട് മാത്രമല്ല, എന്തായാലും എത്തിയിട്ടുണ്ട്. എന്തായാലും ഇറാങ്കലിൻ്റെ മണ്ണിൽ എത്തിയിട്ടുണ്ട്. 35 മെമ്പറിനെ അലൈവായിട്ടുള്ള 35 മെമ്പറിനെ കൊണ്ട് മിക്കവാറും ഫ്ലൈറ്റ് ഇവിടുന്ന് പുറപ്പെടും. ഇല്ല ബ്രോ എന്ന് പറയുന്നുണ്ട് സാക്കിൻ്റെ ഡെവിൽ തന്നെ. എന്തായാലും ആഷും അവിടുന്ന് കാണുന്നുണ്ട്. എന്തായാലും അവിടുന്ന് ലൈവ് കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. ടീംസ് എല്ലാം ലൈവ് കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. എന്തായാലും ഈ 35 മെമ്പറിനെ കൊണ്ട് ഇറാങ്കലിൻ്റെ ഫ്ലൈറ്റ് മിക്കവാറും ഇവിടുന്ന് സ്പോട്ടിൽ നിന്ന് പറക്കും, ഉറപ്പാണ്. എന്തായാലും 35 മെമ്പറിനെ കൊണ്ട് പറന്നു കഴിഞ്ഞിരിക്കുന്നു. 35 മെമ്പറിനെ കൊണ്ട് ഇവിടുന്ന് ഫ്ലൈറ്റ് പൊങ്ങിയിരിക്കുന്നു. ഒരു രക്ഷയില്ല. പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാസിൻ റൊസോക്ക് സ്കൂളിൻ്റെ ഇടയ്ക്ക് പോച്ചിങ്കി, ഒരു രക്ഷയില്ല. പെട്ടുകിടക്കുന്ന സ്ഥലങ്ങളെല്ലാം ഒരു രക്ഷയില്ല. എന്തായാലും ഫ്ലൈറ്റ് പുറപ്പെട്ടിട്ടുണ്ട്. ആരൊക്കെ ഇറങ്ങുമെന്ന് എനിക്ക് നോക്കാം. ആരൊക്കെ ഇവിടെ ചാടുമെന്ന് നോക്കാം. ഒരു രക്ഷയില്ല. എന്തായാലും ഫ്ലൈറ്റ്, ഞാൻ പറഞ്ഞില്ലേ കോൾ ചെയ്യല്ലേ കൽബെ, ഇതാരുടെ കൽബെ കോൾ ചെയ്യുന്നത്? എൻ്റെ കൽബെ, എൻ്റെ പൊന്നുമോനെ, എൻ്റെ ഉപ്പ തന്നെയാണ് കോൾ ചെയ്യുന്നത്. എന്തായാലും ഇവിടെ എന്തായാലും എല്ലാ ടീമും ചാടുന്നുണ്ട്. എന്തായാലും ലൈവ് കട്ടായോ എന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ലൈവ് ചാറ്റിൽ കൂടെ ഒരു മെസ്സേജ് ഇടുക കൽബെ. എന്തായാലും സാക്കിൻ്റെ ഒരു മെമ്പർ, അവിടെ സാക്കിൻ്റെ 2ാമത്തെ മെമ്പർ. എന്തായാലും അവിടെ യാസിലേക്കും എഫ്ഒൻ്റെ കൽബുകൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടുന്നുണ്ട്. എന്തായാലും OM ടീമും ചാടുന്നുണ്ട്. ആഷിപ്പോഴും തന്നെ ലൈവ് കാണുന്നുണ്ട്. ഒരു രക്ഷയില്ല. അങ്ങനൊന്നും വിടൂല. ദാവൂദ് ഇറക്കുന്ന ലൈവ് അങ്ങനൊന്നും വിടൂല. എന്തായാലും അംജിദ് ചാടുന്നുണ്ട്. എല്ലാ ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും, ടീമെന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാ നമ്മുടെ മെമ്പേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നുണ്ട്. എന്തായാലും ഒരു രക്ഷയില്ല. ഇന്നെന്തായാലും ഇറാങ്കലിൻ്റെ മണ്ണിൽ 35 മെമ്പർ ഇറങ്ങുന്ന കാഴ്ചയാണ്. 35 മെമ്പർ. എന്തായാലും ഒരു രക്ഷയില്ല. സാക്കിൻ്റെ ഡെവിൽ കളി കാണുകയാണ്. കാരണം കൽബെ, നീ അംജിദിനെ തന്നെ ഒന്ന് കണ്ടോ, ഒരു രക്ഷയില്ല. അംജിദ് ഇറങ്ങി. എന്തായാലും അടി എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ നോക്കാം. കാരണം ഒരു സോളോ മാച്ച് വരുവാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് അടി കവർ എടുക്കാൻ പറ്റില്ല. ചിലപ്പം ജസ്റ്റ് ലെഫ്റ്റ് അടി വീഴുമ്പോൾ അത് ഞാൻ എടുത്ത് പറയുന്നതായിരിക്കും. എന്നാൽ പോലും ബാക്കിയുള്ള മെമ്പേഴ്സിൻ്റെ അടുത്തൊക്കെ പോകാം. ജസ്റ്റ് ഇവിടെ ഏരിയസിൻ്റെയൊക്കെ അടുത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആബേൽ EXPയുടെ ആബേലൊക്കെ നിൽപ്പുണ്ട്. നേർക്ക് നേരെ നിൽക്കുന്നത് ഏരിയസിൻ്റെ വിപിനും ആബേലും നേർക്ക് നേരെ നിൽപ്പുണ്ട്. ഒരു രക്ഷയില്ല. എന്തായാലും ആബേലിന് ഗണ്ണ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. എന്തായാലും വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അവിടെ തൊട്ടടുത്ത് ഏരിയസിൻ്റെ ഒരു കൽബ് നിൽക്കുന്ന കാര്യം എന്തായാലും ആബേൽ അറിഞ്ഞിട്ടില്ല. എന്തായാലും 35 മെമ്പർ ഇപ്പോഴുമുണ്ട്. ഒരു രക്ഷയില്ല. എന്തായാലും EXPയുടെ ഒരു കൽബ് എന്തായാലും അവിടെ കയറുന്നുണ്ട്. എന്തായാലും ബാക്കിയുള്ള മെമ്പേഴ്സിനെ എല്ലാം നമുക്ക് നോക്കാം. എല്ലാ മെമ്പേഴ്സിനെയും പരിചയപ്പെടാം. EXPയുടെ കൽബ് എന്തായാലും മുഗൾ മാഫിയ, എൻ്റെ പൊന്നുമോനെ എഫ്ഒയുടെ KC ഡാർക്ക്, എഫ്ഒയുടെ ഒരു കൽബിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ
എഫോടെ ഒരു കൽബ് പിസ്റ്റലെല്ലാം കയ്യിലേന്തി നിൽക്കുകയാണ്. ഒരു രക്ഷയില്ല, അങ്ങ് കയറി വന്നു, ഞാൻ നിന്നെ തൂക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവിടെ സ്കൽ ഹണ്ടറിന്, എന്തായാലും സാക്കിൻ്റെ ഹണ്ടറിന് എഫോടെ ഒരു മെമ്പറിൻ്റെ അടി വീണിട്ടുണ്ട്. അവിടെ എന്തായാലും എഫോടെ ഒരു അടി വീണിട്ടുണ്ട്. എഫോടെ ഒരു അടി വീണേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹണ്ടറിനാണ് അടി വീണിരിക്കുന്നത്. എന്തായാലും എഫോടെ ഒരു കൽബ് നിപ്പുണ്ട്. അവിടുന്ന് സ്പൈഡി കയറി വരുന്നുണ്ട്, ഡാർക്കിൻ്റെ സ്പൈഡി കയറി വരുന്നുണ്ട്. ഒരു രക്ഷയില്ല. എന്തായാലും എഫോടെ ടീം ഫ്രണ്ടിൽ നിൽക്കുന്നു. എന്തായാലും എഫോടെ ഒരു കൽബ് ഫ്രണ്ടിൽ നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു അവിടെ സ്പൈഡി കയറി വരുന്നുണ്ട്. എന്തായാലും ഇവിടുന്ന് കയറി വരുന്നുണ്ട്. മിക്കവാറും അടി വീഴും. എഫോടെ ശിവയെ അവിടെ എടുത്തു വിട്ടിരിക്കുന്നു. ഒരു രക്ഷയില്ല. എഫോടെ ഗൺസ്ലട്ട് അവിടെ നിന്നുകൊണ്ട് എഫോടെ മറ്റൊരു അതിഥിയെ അവിടെ എടുത്തു വിട്ടിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. താഴെ നോക്കിക്കഴിഞ്ഞാൽ സ്പൈഡി അവിടെ നിൽപ്പുണ്ട്. സ്പൈഡിയെ കണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കറക്റ്റ് സ്പോട്ടിങ്ങിലാണ്. ഇത് മിക്കവാറും സ്പൈഡിക്ക് അടി വീഴും. ഒരു രക്ഷയില്ല. അപ്പോൾ 2 മെമ്പറിനെ എടുത്തു വിട്ടു. എനിക്ക് തോന്നുന്നു ഹണ്ടർ പോയി, അതുപോലെ തന്നെ അവിടെ എഫോടെ ഒരു മെമ്പർ പോയി. എന്തായാലും കയറി വന്നു കഴിഞ്ഞാൽ നിന്നെ തൂക്കും. എന്തായാലും നേർക്ക് നേരെ AGD സ്റ്റാറിലോട് നിൽപ്പുണ്ട്. ഒരു രക്ഷയില്ല. എന്തായാലും എഫോ ഇവിടെ നിൽപ്പുണ്ട്. ഒരു രക്ഷയില്ല. എന്തായാലും AGDയുടെ സ്റ്റാറിലോട് കൽബ് താഴെ നിൽപ്പുണ്ട്. ഒരു രക്ഷയില്ല. എങ്ങ് കയറി വാടാ, നിന്നെ ഇന്ന് തുരത്തു എന്ന് പറയുന്നുണ്ട്. എന്തായാലും കയറി വന്നു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ അടിയാണ്. അപ്പർ വ്യൂവിലേക്ക് പോവാം. കാരണം സോളോ മാച്ച് ആയതുകൊണ്ട് എല്ലാവരെയും എനിക്ക് കവർ എടുക്കാൻ പറ്റില്ല. എന്തായാലും അപ്പർ വ്യൂവിലേക്ക് പോയി കഴിഞ്ഞാൽ സ്റ്റാറിലോട് എന്തായാലും അവിടെ മുകളിൽ അക്കോമഡേഷനിലൊക്കെ ഇങ്ങനെ സെറ്റായി നിൽക്കുകയാണ്. ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളിൽ അപ്പാർട്ട്മെന്റിൽ അവർ നിൽപ്പുണ്ട്. സ്കൂളിൽ എന്തായാലും സാഗ് റേഞ്ചർ, എൻ്റെ പൊന്നുമോനെ സാക്കിൻ്റെ ഒരു ലുട്ടാപ്പിയെ തന്നെ അടിച്ചിരിക്കുന്നു. സാഗ് റേഞ്ചറിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കില്ല് റേഞ്ചർ അവിടെ എടുത്തിരിക്കുന്നു. സാക്കിൻ്റെ ലുട്ടാപ്പി അടിച്ച് ഒരു കില്ല് എൻ്റെ പൊന്നുമനെ ഉയിര് നൻപ. ഒരു രക്ഷയില്ല. എന്തായാലും അവിടെ സാക്കിൻ്റെ ലുട്ടാപ്പിയെ തന്നെ അടിച്ചുകൊണ്ട് സാക്ക് റേഞ്ചർ ഒരു കില്ല് എടുത്തിരിക്കുന്നു. എന്തായാലും നോക്കാം നമുക്ക്. എന്തായാലും അവരുടെ പെട്ടിയൊക്കെ ലൂട്ടുന്നുണ്ട്. സെറ്റാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാർലോഡ് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. സ്റ്റാർലോഡിൻ്റെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫോടെ ഗൺസ് ഇട്ടും അവിടെ സ്പൈഡിയൊക്കെയാണ്. എന്തായാലും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവരെന്തായാലും അടി നടക്കാൻ ഒരു ചാൻസും ഇല്ല. എനിക്ക് തോന്നുന്നു എൻ്റെ എന്തെങ്കിലും ഗ്ലിച്ച് കാര്യങ്ങൾ എന്തായാലും കയറുന്നുണ്ട്. എന്തായാലും സ്പൈഡി അവിടെ എഫോടെ ഒരു കൽബിൻ്റെ അടുത്തേക്ക് കയറുന്നുണ്ട്. ഒരു രക്ഷയില്ല. കണ്ടു. തൊട്ടടുത്ത് തന്നെ അടിയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിരിക്കുന്നു. അവിടെ അടി വീഴുന്നുണ്ട്. അടി വീഴുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെവിടെയുമല്ല. എന്തായാലും കണ്ടിട്ടുണ്ട്. കയറി അവിടെ ഡാർക്ക് അവിടെ സ്പൈഡി നിന്നുകൊണ്ട് എഫോടെ ഒരു ടീമിനെ അവിടെ എടുത്തു വിട്ടിരിക്കുന്നു. സ്പൈഡി നിന്നുകൊണ്ട് എഫോടെ അടുത്ത കൽബിനെ എടുത്തു വിട്ടിരിക്കുന്നു. എന്തായാലും അവിടെ സ്റ്റാർലോഡ് സേഫാണ്. നമുക്ക് അടുത്ത മെമ്പേഴ്സിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആക്ടിൻ്റെ ഒരു കൽബ് നിൽപ്പുണ്ട്. ആക്ടിൻ്റെ ടോണിയൊക്കെ നിൽപ്പുണ്ട്. സെറ്റാണ്. സാക്കിൻ്റെ ടീം നിൽപ്പുണ്ട്. എന്തായാലും ഏരിയസിൻ്റെ കൽബ് ഒരു മെമ്പർ നിൽപ്പുണ്ട്. K3Nൻ്റെ കൽബ് നിൽപ്പുണ്ട്. അൺസ്റ്റോപ്പബിളിൻ്റെ ഒരു കൽബ് നിൽപ്പുണ്ട്. ഒരു രക്ഷയില്ല. എന്തായാലും എഫോടെ എനിക്ക് തോന്നുന്നു 31 മെമ്പർ, 4 മെമ്പറിന് വിട പറയേണ്ടി വന്നു. എന്തായാലും ഇവിടെ കുറച്ച് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്നത് എൻ്റെ പൊന്നുമോനെ, ഇവിടെ നിൽക്കുന്നത് ആക്ടിൻ്റെ സ്റ്റാർക്കിനെ അടിക്കാനായി ഇവിടെ വേറൊരു ടീമും കയറിയിട്ടില്ല. എന്തായാലും സ്റ്റാർക്ക് ഇവിടെ നിൽപ്പുണ്ട്. സെറ്റാണ്. നീ ഇങ്ങോട്ട് കയറി വാ, നിന്നെ ഞാൻ തൂക്കി വിടുമെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാർക്ക് നിൽപ്പുണ്ട്. അപ്പം 4 മെമ്പർ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. 4 മെമ്പേഴ്സ് വിട പറഞ്ഞു. അപ്പോൾ ഇനി എന്തായാലും കൂടി നിൽക്കുന്ന ടീം എന്തായാലും നോക്കാം. എഫോടെ ഒരു കൽബ് ലൂഗ IGDയുടെ ലൂഗ നിന്ന് അവിടെ വിവേക് ബൈജു സാക്കിൻ്റെ വിവേകിനെ അടിച്ചിരിക്കുന്നു. ലൂഗ നിന്ന് സാക്കിൻ്റെ ക്രൂയിസറിനെ അടിച്ചിരിക്കുന്നു. അവിടെ കില്ലെടുത്ത് വിട്ടിരിക്കുന്നു. എന്തായാലും അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സാക്ക് സുൽത്താൻ നിന്ന് മുഗൾ മാഫിയ തലവനെ തന്നെ സുൽത്താൻ അടിച്ചിരിക്കുന്നു. ഒരു രക്ഷയില്ല. സാക്കിൻ്റെ സുൽത്താൻ കയറി മാഫിയ അവിടെ അടിച്ചിരിക്കുന്നു. IGD രണ്ടാമത്തെ മെമ്പറിനെ അവിടെ അടിച്ചിരിക്കുന്നു. IGDയുടെ ലൂഗ അവിടെ അടുത്തൊരു പ്ലെയറിനെ അടിച്ചിരിക്കുന്നു. ഒരു രക്ഷയില്ല. എന്തായാലും 2 പെട്ടി തൊട്ടടുത്ത് റൈറ്റും ലെഫ്റ്റും അടുത്തടുത്ത് തിളങ്ങുന്ന 2 പെട്ടി കിടക്കുകയാണ്. ഒരു രക്ഷയില്ല. ആ തിളക്കം കണ്ടിട്ട് ഒരു രക്ഷയില്ല. എൻ്റെ ഫോണും കിടന്ന് മിന്നുന്നു. ഒരു രക്ഷയില്ല കൽവി. അപ്പോൾ 2 മെമ്പറിനെ അവിടെ IGDയുടെ കൽവിൽ നിന്ന് അടിച്ചിരിക്കുകയാണ്. സാക്കിൻ്റെ സുൽത്താനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മുഗൾ മാഫിയ അടിച്ചിട്ടുണ്ട്. സുൽത്താൻ അവിടെ നിന്ന് മുഗൾ മാഫിയ അടിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ അൺസ്റ്റോപ്പബിളിൻ്റെ K3Nനും CUസും കിടപ്പുണ്ട്. ഒരു രക്ഷയില്ല താഴെ. അപ്പോൾ എനിക്ക് തോന്നുന്നു 5, 6, 7 മെമ്പേഴ്സിനൊക്കെ വിട വാങ്ങേണ്ടി വന്നു. 27 ആക്ടിൻ്റെ ടോണി സുൽത്താൻ അടിച്ചിരിക്കുന്നു. ടോണി നിന്ന് സുൽത്താനെ തിരിച്ചടിച്ചിരിക്കുന്നു. സുൽത്താൻ അവിടെ മാഫിയ എടുത്തു വിട്ടെങ്കിൽ അവിടെ ടോണി നിന്ന് സുൽത്താനെ അടിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. സുൽത്താനിലേക്ക് പോകാം, ടോണിയിലേക്ക്. ഇനി ആക്ടിൻ്റെ ടോണിയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോണി, ഞാൻ പറഞ്ഞില്ലേ നൈസ് ക്വാളിറ്റി കൂടെ ടോണി കയറി അവിടെ സുൽത്താനെ എടുത്തു വിട്ടു.
ടോണി കയറി എന്തായാലും സെറ്റായിരുന്നു. ടോണി കയറി സുൽത്താനെ എടുത്ത് വിട്ടു. എന്തായാലും അവിടെ ബാക്കി OMൻ്റെ കൽബ് ASTയുടെ കൽബൊക്കെ നിൽപ്പുണ്ട്. ഒരു രക്ഷയില്ല. എന്തായാലും ടോണി അവിടെ നിന്ന് നൈസ് ക്വാളിറ്റി കൂടെ എടുത്ത് വിട്ടു. എന്തായാലും ടോണിയുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത് വേറെ ആരുമില്ല. എഫോയുടെ കൽബുകൾ ഇവിടെ നിൽപ്പുണ്ട്. എന്തായാലും എഫോയുടെ ഒരു മുത്തുമണി ഇവിടെ ഒറ്റയ്ക്കൊക്കെ നിൽപ്പുണ്ട്. സെറ്റാണ്, ഇന്ന് അടിക്കും. അപ്പോൾ എന്തായാലും ASTയുടെ കൽബുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ASTയുടെ സർവൈവർ അവിടെ നിൽപ്പുണ്ട്. ഒരു രക്ഷയില്ല. OMൻ്റെ ഒരു കൽബ് തൊട്ട് മുകളിൽ തന്നെ ഉണ്ട്. ഒരു രക്ഷയില്ല. എന്തായാലും എല്ലാ ടീമും സെറ്റാണ്. 27 മെമ്പർ ആർക്കാട കൽബ് ചിക്കൻ റോബർട്ട് ടോണി നിൽക്കുന്നുണ്ട്. 27 മെമ്പർ. ഒരു രക്ഷയില്ല. DB7ൻ്റെ കാർലോയിലേക്ക് തന്നെ പോവാം. നമ്മുടെ ഏരിയസിൻ്റെ കാർലോ എന്ന് പറയുന്നത് പോലെ DB7 ഉണ്ട് കൽബെ ഒരു കാർലോ. അവിടെ ഐഡന്റിറ്റി ടീമിൻ്റെ ഒരു മുത്തുമണി അവിടെ ഉണ്ട്. ഒരു രക്ഷയില്ല. 27 മെമ്പർ ലൈവ് കാണുന്ന ഏതെങ്കിലും മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ലൈവ് ചാറ്റിൽ കൂടെ ഒരു മെസ്സേജ് വിടുക കൽബെ. ഒരേ ഒരു മെസ്സേജ്. എന്തായാലും 27 മെമ്പർ ഉണ്ട്. അപ്പോൾ എന്തായാലും കളിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഗ്രൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഐഡന്റിറ്റി അവിടെ സേഫാണ്. ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും ലൈവ് കാണുന്ന ഏതെങ്കിലും മുത്തുമണികളുണ്ടെങ്കിൽ ജസ്റ്റ് ലൈവ് ചാറ്റിൽ കൂടെ ഒരു മെസ്സേജ് വിടുക. എൻ്റെ ലൈവ് കാര്യങ്ങൾ ഇല്ല. പുഴുങ്ങിയ താറാമുട്ട ആർക്കാണെന്ന് ചോദിക്കുന്നത്. ആശയെ പുഴുങ്ങിയ താറാമുട്ട ഇവന്മാർ കൊണ്ടുപോയില്ലെങ്കിൽ ഞാനും നീയും 4ആയിട്ട് അതങ്ങ് മുറിക്കും. നമ്മൾ കഴിച്ച് നമ്മളൊരു ഉറങ്ങും കൽബേ. DB7ൻ്റെ സുമൻ ജോസഫ് അവിടെ നിന്ന് DB7ൻ്റെ കൽബേ സുമൻ ജോസഫ് നിങ്ങൾ ലൈവ് വിടുക കൽബേ. ലൈവിലൂടെ ഒരു മെസ്സേജ് അയക്കും. അപ്പോഴേ ഞാൻ DB7ലേക്ക് പോവാം. എന്തായാലും ഐഡന്റിറ്റി ടീമുണ്ട്. DB7ൻ്റെ കൽബിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാർലോ സുമൻ അവിടെ നിന്ന് കാർലോയെ തിരക്കിയിരിക്കുന്നു. അപ്പോൾ കാർലോയ്ക്ക് DB7ൻ്റെ ഒരു കാർലോയ്ക്ക് വേണ്ടി നീ അവിടെ അയച്ച മെസ്സേജ് എനിക്കങ്ങ് മനസ്സിൽ തട്ടി പോനെ. അവിടുന്ന് ഞാൻ എന്തായാലും അങ്ങേയറ്റത്ത് നിന്ന് ഇങ്ങേയറ്റം വരെ ഞാൻ എത്തി. എന്തായാലും കാർലോ ഇവിടെ ഡ്രോപ്പ് വേണ്ടിട്ടുണ്ട്. ഡ്രോപ്പ് എടുക്കാൻ വേണ്ടി വണ്ടിയും കൊണ്ട് ഫ്ലെയറാണ് അടിച്ചിരിക്കുന്നത്. മിക്കവാറും ആ ഫ്ലെയർ പുഷ് ചെയ്യാൻ ഏതെങ്കിലും ടീം കയറും. അവിടെ ആരും കയറിയിട്ടില്ലെന്ന് തോന്നുന്നു. ഫ്ലെയർ എന്തായാലും ലൂട്ടി എടുത്തു. ഫ്ലെയർ എന്തായാലും ലൂട്ടി എടുത്തു. കുറച്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഫ്ലെയർ അടിച്ചത് മറ്റാരും അല്ലെന്ന് തോന്നുന്നു. ഏതൊരു കൽബാണ്, ഏരിയസിൻ്റെ കൽബാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് ഫ്ലെയർ അടിച്ചു. എന്തായാലും 27 മെമ്പറുണ്ട് കൽബെ. 27 മെമ്പറുണ്ട്. അവിടെ DB7ൻ്റെ കാർലോ അടിക്കുന്ന ആരെയാണ് അടിക്കുന്നത്? ഒരു രക്ഷയില്ല. കാർലോ മിസ്ഫയർ. ഒരു രക്ഷയില്ല. എന്തായാലും അവിടെ കാർലോ വണ്ടി എടുത്തു. DB7ൻ്റെ കാർലോ വണ്ടി എടുത്തു. ഒരു രക്ഷയില്ല. അഫ്യാസമുറ ഒരു രക്ഷയില്ല. ഇറാങ്കലിൻ്റെ മണ്ണിൽ ബൈക്ക് കൊണ്ടുള്ള അഫ്യാസമുറ ഒരു രക്ഷയില്ല. സൈഡ് ചെരിഞ്ഞു പോകുന്ന ആദ്യത്തെ ബൈക്കിലെ സാക് റേഞ്ചർ അവിടെ ബ്ലിങ്കിങ് ഐസിനെ എടുത്തിരിക്കുന്നു. ഒരു രക്ഷയില്ല. അങ്ങനൊന്നും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആക്ടിൻ്റെ ബ്ലിങ്കിങ് ഐസിനെ സാക്കിൻ്റെ റേഞ്ചർ 2 കില്ലോട് കൂടി അവിടെ ബ്ലിങ്കിങ് ഐസിനെ എടുത്ത് വിട്ടിരിക്കുന്നു. ഒരു രക്ഷയില്ല. ഇനി ഫ്രണ്ടിലേക്ക് നീങ്ങിയാണ്. അവിടെ ആക്ടിൻ്റെ ചെതു, അവിടെ സാക്കിൻ്റെ നോവയൊക്കെ നിൽപ്പുണ്ട്. ഒരു രക്ഷയില്ല. എന്തായാലും OM ടീമിൻ്റെ FO ടീമിൻ്റെ കൽബുകളൊക്കെ നിൽപ്പുണ്ട്. ഒരു രക്ഷയില്ല. എന്തായാലും അവിടെ EXP ടീമിൻ്റെ ആബേൽ നിൽപ്പുണ്ട്. ആബേലിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നുമോനെ ആബേൽ നിൽപ്പുണ്ട്. എന്തായാലും സെറ്റാണ്. ആബേലിൻ്റെ അടുത്തേക്ക് ഒരു വണ്ടി വരുന്നുണ്ട്. കണ്ടില്ലെന്ന് തോന്നുന്നു. ആബേലിൻ്റെ അടുത്തുകൂടെ ഒരു വണ്ടി പോയി. K3Nൻ്റെ കൽവാണ്. എന്തായാലും ആബേൽ കണ്ടിട്ടില്ല. ആബേൽ ഫുൾ ഓപ്പൺ ഏരിയയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സെറ്റടിച്ച് നിൽക്കുകയാണ്. അവിടെ കുറച്ച് അപ്പുറവിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ K3Nൻ്റെ കൽബ് അവിടെ എനിക്ക് തോന്നുന്നു കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അവിടുന്ന് മിക്കവാറും ആബേലിനെ അടിക്കാൻ ചാൻസ് ഉണ്ട്. K3Nൻ്റെ കൽബ് ആബേലിനെ അടിക്കാൻ നല്ല രീതിയിലുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ആബേലിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു UMP കാര്യങ്ങളൊക്കെയാണ്. സെറ്റാണ്. എനിക്ക് തോന്നുന്നു K3Nൻ്റെ കൽബ് അവിടുന്ന് വിട്ടു. ഇനി ബാക്കിയുള്ള ടീം AGDയുടെ ഓസമും സ്റ്റാർലോഡ് എന്തായാലും എല്ലാം സെറ്റാണ്. സ്റ്റാർലോഡ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല. സ്പൈഡി കയറി വരുന്നുണ്ട്. അവിടെ സ്പൈഡി കയറി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സ്പൈഡി നേർക്ക് നേരെ നിൽപ്പുണ്ട്. എനിക്ക് തോന്നുന്നു സ്പൈഡി സ്പോട്ട് ചെയ്ത് കഴിഞ്ഞു. സ്റ്റാർലോഡിനെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞു. നൈസ് ക്വാളിറ്റി കൂടെ ഒരു ബോംബ് സ്പൈഡി നീ ഫ്രണ്ടിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് കൊണ്ടുപോകാം. സാക്ക് ആഷിന് കൊടുക്കാൻ വെച്ചിരുന്ന ആ താറാമുട്ട നിനക്ക് കൊണ്ടുപോകാം. ഒരു രക്ഷയില്ല. അപ്പോൾ സ്പൈഡി ഇവിടെ സെറ്റാണ്. എന്തായാലും 26 മെമ്പർ ഇവിടെ നിൽപ്പുണ്ട്. 26 മെമ്പേഴ്സ് നിൽപ്പുണ്ട്. ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നുമോനെ അത് എന്തായാലും അവനെ സ്പോട്ട് മാറ്റാൻ ചെയ്ത ഒരു സ്പൈഡിയുടെ ഒരു ഇതാണ്. ജസ്റ്റ് ഒരു ട്രയലാണ്. അവനെ സ്പോട്ടൊന്ന് മാറ്റിക്കളയാം എന്ന് പറഞ്ഞുകൊണ്ടൊന്ന് അടിച്ചു. കരണം തിരിഞ്ഞ് ഒരു അടി അടിച്ചു. ആ അടിയിൽ എന്തായാലും സ്റ്റാർലോഡ് ഒന്ന് വീണിട്ടില്ല. സ്റ്റാർലോഡ് പറയുന്നത് എത്ര നീ എങ്ങനെയൊക്കെ വാരി തുറന്ന് അടിച്ചാലും ഒരു രക്ഷയില്ല. നീ എങ്ങനെയൊക്കെ വാരി തുറന്ന് അടിച്ചു കഴിഞ്ഞാലും ഞാൻ എന്തായാലും നിന്റെ അടിക്ക് വീഴില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാർലോഡ് ബാക്ക് ഇറങ്ങിയിരിക്കുന്നു. എന്തായാലും സ്പൈഡി ഫ്രണ്ടിലേക്ക് കയറുന്നു. കുറച്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. എന്തായാലും സ്പൈഡി വീടിയാണ്. സ്റ്റാർലോഡ് വീടിയാണ്. ഒരു രക്ഷയില്ല. എന്തായാലും സ്പൈഡി കൂടെ പിടിക്കുകയാണ്. ഒരു രക്ഷയില്ല. എന്തായാലും സ്പൈഡി AGD സ്റ്റാർലോഡ് നീ എവിടെ വരെ ഓടാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സ്പൈഡി നിൽക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. 26 മെമ്പേഴ്സ് ഇപ്പോഴുമുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ സോൺ കയറുന്നുണ്ട്. എന്തായാലും അവിടുന്ന് സോണിൻ്റെ വെളിയിൽ കിടക്കുന്നത് ഫുള്ള് പാതി FO ടീമാണ്. FO ടീമിൻ്റെ കൽബാണ്. ആക്ടിൻ്റെ സ്റ്റാർക്ക് കയറുന്നുണ്ട്.
എന്തായാലും സ്പൈഡി ഇവിടെ നിൽപ്പുണ്ട്, നേർക്ക് നേരെ സ്റ്റാർലോഡ് നിൽപ്പുണ്ട്. അങ്ങനെയൊന്നും പിടിച്ചാൽ കിട്ടില്ലെന്ന് പറയുന്നുണ്ട്. എന്തായാലും അംജിദിലേക്ക് പോവാം. അംജിദിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരേ ഒരു മെമ്പർ സാക്കിൻ്റെ ഒരേ ഒരു കൽബ് അംജിദിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അംജിദ് സേഫ് ആണെന്ന് തോന്നുന്നു. സേഫാണ് കൽബ്, അംജിദ് സേഫാണ്, ഒരു രക്ഷയില്ല. എന്തായാലും അടുത്ത ആരെയുണ്ട് കൽബയെ കാണിക്കാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചെതുവിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ടിൻ്റെ ചെതുവിൻ്റെ അടുത്ത് നിൽക്കുന്നത് മറ്റാരുമല്ല, സാഗ് റേഞ്ചർ നിൽപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ആക്ടിൻ്റെ ഐസിനെ, ബ്ലിങ്കിങ് ഐസിനെ നൈസ് ക്വാളിറ്റി കൂടെ നിന്ന് എടുത്തു വിട്ടു. ഇനി എനിക്ക് തോന്നുന്നു റേഞ്ചർ കയറുന്നത് ആക്ടിൻ്റെ ചെതുവിനെ എടുക്കാനാണോ അതോ ചെതു കയറുന്നത് സാക്കിൻ്റെ റേഞ്ചറിനെ എടുക്കാനാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും 2 കില്ലെടുത്ത് അവിടെ ടീമെല്ലാം സെറ്റാണ്. കുറച്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ റേഞ്ചർ അവിടെ നിൽക്കുന്നത് നോക്കാം നമുക്ക്. എനിക്കൊന്നു റേഞ്ചർ അവിടെ കണ്ടെയ്നറിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം നിൽപ്പുണ്ട്, സെറ്റാണ്. എന്തായാലും 26 മെമ്പേഴ്സ് അലൈവാണ്, ഒരു രക്ഷയില്ല. ബാക്കിയുള്ള മെമ്പേഴ്സ് എല്ലാം എനിക്ക് തോന്നുന്നു ഒരു 7-8 മെമ്പേഴ്സ് തീർന്നു. എന്തായാലും ചെതു റൈറ്റ് കൂടെ ഫ്രണ്ടിലേക്ക് കയറുന്നുണ്ട്. എനിക്ക് തോന്നുന്നു റേഞ്ചർ അവിടെ കണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നു, ഒരു രക്ഷയില്ല. എന്തായാലും ടീമെല്ലാം സെറ്റാണ്. ടീം എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ പിള്ളേരന്മാരെല്ലാം സെറ്റാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ സാക്കിൻ്റെ നോവയിലേക്കൊന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോവയുടെ അടുത്ത് ആരുണ്ട്? സോണിൽ പെട്ട് നിൽക്കുകയാണ്. അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നത് സ്റ്റാർക്കും അൺസ്റ്റോപ്പബിളുണ്ട്. അവിടെ പ്ലേ സോണിൽ വീണ് എഫോർഡ് അബൂട്ടി പ്ലേ സോണിൽ വീഴുന്ന ഒരു കാഴ്ച. എഫോർഡ് അബൂട്ടി, എൻ്റെ പൊന്നുമോനെ, കണ്ണിൽ കുതിരുന്ന കണ്ണീരോടുകൂടി എഫോർഡ് അബൂട്ടി വീണു. ഇവിടെ നോവ കണ്ടിരിക്കുന്നു, സ്റ്റാർക്കിനെ കണ്ടിരിക്കുന്നു. വണ്ടി ചേഞ്ച് ചെയ്യുമ്പോൾ മിക്കവാറും അടി കിട്ടും. എനിക്ക് തോന്നുന്നു വണ്ടി ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ടയർ പൊട്ടിച്ചതായിരുന്നു, ബുദ്ധിപരമായിട്ട് ടയർ പൊട്ടിച്ചതായിരുന്നു എനിക്ക് തോന്നുന്നു. എന്തായാലും ഇവിടെ അൺസ്റ്റോപ്പബിളിൻ്റെ ഒരു കൽവ് കയറുന്നുണ്ട്. എന്തായാലും സ്റ്റാർക്ക് വണ്ടി എടുത്തുകൊണ്ട് വിട്ടു. എന്തായാലും 25 മെമ്പർ എഫോർഡ് അബൂട്ടി സോണിൽ വീണപ്പോൾ അവിടെ 25 മെമ്പറായി മാറി. എന്തായാലും ഈ അടി സിലോട്സ് സ്ട്രിപ്പ്, ഒരു രക്ഷയില്ല. സിലോട്സിൻ്റെ ഒരേ ഒരു കുളിര് സ്ട്രിപ്പ്, 19 വയസ്സുകാരെ സ്ട്രിപ്പ്, ഒരു രക്ഷയില്ല. കൽബെ, ഞാൻ ഇങ്ങനെയൊക്കെ കളിയാക്കി പറയും 19, 28 എന്നൊക്കെ വയസ്സ്. കൽബെ, നീ പ്രായപൂർത്തിയായ ഒരു പൗരൻ തന്നെ. OM ടീമിൻ്റെ കൽബ് ഐജിയുടെ ലൂഗ 2 കില്ലൊക്കെ എടുത്ത് സെറ്റായിരുന്നു. EXPയുടെ ടീം എഫോർഡ് ടീമിനെ അടിക്കുന്നുണ്ട്. DB7ൻ്റെ കൽബ് EXP അടിക്കുന്നുണ്ട്, ആബേലിനെ അടിക്കുന്നുണ്ട്. എന്തായാലും അവിടെ അടി വീണു. എൻ്റെ പൊന്നുമോനെ, അടി വീണില്ല. എന്തായാലും ഗൺ എടുത്തിട്ടുണ്ട്. എന്തായാലും നോവയും സിയൂസും നേർക്ക് നേരെ. എന്തായാലും നോവ നൈസ് ക്വാളിറ്റി കൂടെ നിന്ന് സിയൂസിനെ എടുത്തിരിക്കുന്നു. അൺസ്റ്റോപ്പബിളിൻ്റെ സിയൂസിനെ സാക്കിൻ്റെ നോവ നിന്ന് എടുത്തിരിക്കുന്നു, ഒരു രക്ഷയില്ല. അവിടെ സെലോട്സിൻ്റെ സ്ട്രിപ്പ്, ഒരു കൈയും 2 ചിരിക്കുന്ന തലയൊക്കെ ഇട്ടിട്ടുണ്ട്. ചിരിക്കുന്ന തല ഞാൻ നിനക്ക് മാറ്റിത്തരാൻ കൽബേ, നീ വൈകിട്ട് ഇങ്ങോട്ട് കയറാ, ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും അവിടെ നാഷിന് ഞാൻ പുഴുങ്ങിയ താറാമുട്ട കൊടുത്ത് വിട്ടിട്ടുണ്ട്. സെലോട്സിൻ്റെ ആഷിന് ഞാൻ പുഴുങ്ങിയ താറാമുട്ട. സ്ട്രിപ്പ് ഉയർന്ന് പറയുന്നുണ്ട് സ്വന്തമായിട്ട്, അല്ല ആഷാണ് അവിടെ പറഞ്ഞത് സ്ട്രിപ്പ് ഉയർന്ന്. ഞാൻ ഓർത്തു സെലോട്സിൻ്റെ സ്ട്രിപ്പ് തന്നെ സ്വന്തമായിട്ട് പൊങ്ങി അടിച്ചതാണെന്ന് ഞാൻ കരുതി. പക്ഷേ പൊങ്ങി അടിച്ചതല്ല, അവന് കുറച്ച് പൊങ്ങിയടി കൂടുതലാണ്. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും നമുക്ക് നോക്കാം. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏരിയസിൻ്റെ വിപിൻ K3N കൽബെ, കൽബെ, നിന്റെ ഒരു മെമ്പർ സിയൂസിനെ അവിടെ സാക്കിൻ്റെ നോവ നിന്ന് അടിച്ചിട്ടുണ്ട്, ഒരു രക്ഷയില്ല. അപ്പോൾ എഫോർഡ് ടീം അബൂട്ടി അവർക്ക് അവിടെ നഷ്ടപ്പെട്ടു. ഇനി കാസ്ട്രോ ആണുള്ളത്. ആഷിഷ് സാർ എന്നാ എടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. കൽബെ, ആഷിഷ് സാർ എന്നാ എടുക്കുമെന്ന് ലൈവിൽ കൂടെ ആണോടാ കൽബെ ചോദിക്കുന്നത്. ആളവിടെ ഫോൺ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ ലൈവ് കാണുന്നതാണെന്ന് ഇപ്പോൾ ഒരു മറുപടി നിനക്ക് തരും. പിന്നെ നിനക്ക് ഒന്നും മിണ്ടാൻ വോയിസ് പൊങ്ങൂല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, നീ മാന്യത്തോട്ടിരുന്ന് ലൈവ് കാണു കൽബെ. നിനക്കിരിക്കട്ടെ ഒരു പൊന്നരിഞ്ഞാണം സാക്കിൻ്റെ വക. നീ കയറി ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തി, ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് അമർത്തി ഒന്നൊന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് ഞാൻ വീണ്ടും ഒരു പൊന്നരിഞ്ഞാണം തരും. ദാവൂദ് ഇരുന്ന സ്ട്രിപ്പ് പറയുന്നുണ്ട്. അവിടെ അടുത്തൊരു ലവ് ചിഹ്നം, ഒരു പെണ്ണിൻ്റെ ഡാൻസ് കളിക്കുന്നുണ്ട്. പെണ്ണ് ഏതാണെന്നറിയാം ഞാൻ, പക്ഷേ ഈ ലൈവിൽ കൂടെ തുറന്നു പറയുന്നില്ല. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും ഇവിടുന്ന് K3Nൻ്റെ കൽബ് വണ്ടി എടുത്തുകൊണ്ട് വിടുന്നുണ്ട്, ഒരു രക്ഷയില്ല. അവിടുന്ന് എന്തായാലും അവിടെ ഒരു മെമ്പറിൻ്റെ അടുത്ത് നിന്ന് വിട്ടതാണ്. റോബർട്ട് ടോണി, ഒരു രക്ഷയില്ല. റോബർട്ട് ടോണി ഗ്രൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒറ്റയാൾ പോരാട്ടമാണെന്ന് തോന്നുന്നു. കിടക്കുന്നു എൻ്റെ പൊന്നുമോനെ. അങ്ങ് ആസാമിലെ കോരവനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കാട്ടുപാമ്പുകൾ, ഒരു രക്ഷയില്ല. മൂക്കിൽ എൻ്റെ പൊന്നുമോനെ, ആ ചുണ്ടത്തെ മൂക്കിൽ എൻ്റെ പൊന്നുമോനെ, ഒരു ചുണ്ട് മൂക്കിൽ തത്തമ്മ ചുണ്ടുമായി. അവിടെ സാക്കിൻ്റെ അംജിദ് ഏരിയസിൻ്റെ വിപിനെ അടിച്ചിരിക്കുന്നു. സാക്കിൻ്റെ അംജിദ് ഹാ നയിക്കുന്നുണ്ട്. സാക്കിൻ്റെ ഡെവിൽ. എന്തായാലും എൻ്റെ പൊന്നുമോനെ, സ്പൈഡി ഇത്രയും നേരം കിടന്ന് ചുറ്റിയത് മറ്റൊന്നിനുമല്ല, അവിടെ സ്റ്റാർലോണിനെ എടുത്ത് വിട്ടിരിക്കുന്നു. ആക്ടിൻ്റെ ചെതു നിന്ന് ഐഡൻറ്റിറ്റിയിലെ കൽബിനെ എടുത്ത് വിട്ടിരിക്കുന്നു, ഒരു രക്ഷയില്ല. അവിടെ സ്റ്റാർലോണിൻ്റെ പിറവിൽ കിടന്ന് പിടിക്കുന്ന ഞാൻ കണ്ടായിരുന്നു സ്പൈഡി, പക്ഷേ അവസാനം കിട്ടി. എൻ്റെ പൊന്നുമോനെ, കിളിപാറിയിരിക്കുന്നു റോബർട്ട് ടോണി, കിളിപാറി. എനിക്ക് തോന്നുന്നു ഉറക്കം വന്നെന്ന് തോന്നുന്നു കൽബ. ഇത്രയും നേരം ഓടി ക്ഷീണിച്ചതല്ലേ, 10 മിനിറ്റ് ഞാൻ ഉറങ്ങട്ടെ എന്ന് പറയുന്നുണ്ട് സാക്കിൻ്റെ ലീഡറിൻ്റെ അടുത്ത്. ഒരു രക്ഷയില്ല. എന്തായാലും ഉറങ്ങിയാണ് കൽബ. നീ ഉറങ്ങിക്കോ, നിനക്ക് ഞാൻ ഒരു കമ്പിളി പുതപ്പൊക്കെ ഞാൻ കൊണ്ടുതരാം. നിനക്കൊരു കമ്പിളി സാക്കിൻ്റെ വക എന്തായാലും ഞാൻ പറഞ്ഞ് മെമ്പേഴ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് ഞാൻ മേടിക്കുന്നുണ്ട്. എന്തായാലും എൻ്റെ പൊന്നുമോനെ കൽബ, നീ ഇവിടുന്ന് എഴുതി തുടങ്ങി കഴിഞ്ഞാൽ നിനക്ക് അങ്ങ് അവസാനം വരെ പറ്റാം, ഒരു രക്ഷയില്ല. എന്തായാലും കൽബ് ഇവിടെ കിടന്ന് എഴുതുന്നുണ്ട്, ഒരു രക്ഷയില്ല.
അടുത്ത എണ്ണിച്ചു. എൻ്റെ കൽബ് എന്തായാലും അടിക്കും, എന്തായാലും സാക്കിൻ്റെ ലീഡർ പറഞ്ഞു ഞാൻ അടിക്കണമെന്ന് പറഞ്ഞു, എന്തായാലും ഞാൻ അടിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് വിട്ടിട്ടുണ്ട്. സാക്കിൻ്റെ ഡെവിൽ സാർ ബിഗ് ഫാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഓ എൻ്റെ പൊന്നു മോനെ, സ്ട്രിപ്പ് അവിടെ നിന്നുകൊണ്ട് സ്വന്തം ചേട്ടച്ചാരെ അവിടെ പൊക്കി പറയുന്നുണ്ട്. അതൊന്നും നടക്കുന്ന കേസ് കെട്ടല്ല, ഒരു രക്ഷയില്ല, അതൊന്നും ഞാൻ ഇവിടെ സമ്മതിക്കത്തില്ല, ലൈവിൽ ഞാൻ അതൊന്നും സമ്മതിക്കത്തില്ല. ചേട്ടനും അനിയനും ഒക്കെ അങ്ങ് വീട്ടിൽ ഇവിടെ വന്ന് പൊക്കി പറയാൻ ബിഗ് ഫാനും അവിടെ സാക്കിൻ്റെ ഇവിടെ ഒരേ ഒരു ബിഗ് ഫാൻ, അത് ദാവൂദ് തന്നെ. ഒന്ന് പൊക്കി പറഞ്ഞ സ്ട്രിപ്പേ, ഒന്ന് കുളിരി കയറട്ടെ എനിക്ക്, ഒരു രക്ഷയില്ല. എന്തായാലും സ്പൈഡി DB7 കാർലോ, എൻ്റെ പൊന്നുമോനെ അവിടെ സാക്കിൻ്റെ അംജിദ്, അവിടെ എൻ്റെ AGDയുടെ ഓസം റോബർട്ട് ടോണി, സാക്കിൻ്റെ റേഞ്ചർ, ആക്ടിൻ്റെ സ്റ്റാർ, ആക്ടിൻ്റെ ടോണി, ആക്ടിൻ്റെ ചിതു, സാക്കിൻ്റെ നോവ, K3N, OMൻ്റെ കൽബ്, ASTയുടെ കൽബ്. അവിടെ FO ടീമിൽ നിന്ന് FO ടീമിൻ്റെ അടുത്ത മെമ്പറിനെ കില്ലെടുത്ത് വിട്ടിരിക്കുന്നു. FO ടീമിൽ നിന്ന് FOയുടെ ഒരു മെമ്പറിനെ തന്നെ അടിച്ച് കണ്ടം കാണിച്ചിരിക്കുന്നു. ഒരു രക്ഷയില്ല. FOയുടെ കൽബെല്ലാം ഇന്ന് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. SGS ഉയരെന്ന് പറയുന്നുണ്ട്, SJZ ഉയരെന്ന് പറയുന്നുണ്ട്. ഒരു രക്ഷയില്ല. SJZ ആരാടാ കൽബെ, ഒരു രക്ഷയില്ല. അവിടെ ഉയരെന്ന് പറഞ്ഞു, നമ്മുടെ കൽബ് വന്ന് ഉയരെന്ന് പറഞ്ഞു. എന്തായാലും 2 ബഗ്ഗി, എന്തായാലും ബഗ്ഗിയിൽ വന്നതാണ് OM ടീം. ഒരേ ഒരു കുളിർ ദാവൂദ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരേ ഒരു കുളിർ ആഷ് പറഞ്ഞിട്ടുണ്ട്. ആഷ്, നിനക്ക് ഞാൻ ഈ ലൈവ് കഴിയുമ്പോൾ നിന്നെ ഒന്ന് കാണണം കൽബെ, നിനക്ക് ഞാൻ ഒരു പൊന്നരിഞ്ഞാണ്, ഞാൻ എന്തായാലും ഒരു പൊന്നരിഞ്ഞാണ്, ഒരു റൗക്കെ നിനക്ക് തയ്പ്പിച്ച് വെച്ചിട്ടുണ്ട്. ദാവൂദ് മുത്ത് ഉയരെ ഒരേ പൊളി എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു രക്ഷയില്ല. കയറി ചെല്ലുന്നത് ഇവിടെ ഡെത്ത് വിഷ് കയറി ചെല്ലുന്നത് സാക്ക് റേഞ്ചറിന്റെ വായി കീഴിൽ. എന്തായാലും സാക്ക് റേഞ്ചർ വാ തുറന്ന് വെച്ചിരിക്കുന്നു ഡെത്ത് വിഷിനെ വരവേൽക്കാൻ വേണ്ടി. പക്ഷേ ഡെത്ത് വിഷ് പറയുന്നു അങ്ങനൊന്നും വിട്ടുതരത്തില്ല, സാക്കിന്റെ മെമ്പറിനെ ഞാൻ തിരിച്ചടിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ FO ടീമിന്റെ കൽബ് ഇവിടെ വണ്ടിയിൽ നിന്ന് എടുത്ത് വിടുന്നുണ്ട്. എന്തായാലും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയൊക്കെ ഇടിച്ച് നിർത്തി. ഒരു രക്ഷയില്ല. അവിടെ സ്ട്രിപ്പ് പറഞ്ഞു ദാവൂദ്. അവിടെ വേറെ ഇവിടെ അടി നടക്കുന്നുണ്ട്. കൽബ് അവിടെ സാക്ക് റേഞ്ചറിന്റെ അടി. അവിടെ ഏരിയസിന്റെ എൻ്റെ ഒരേ ഒരു കുളിര് ഏരിയസിന്റെ കൽബ അല്ല ആക്ടിന്റെ സ്റ്റാർക്ക് നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ സാക്കിന്റെ റേഞ്ചർ, അതുപോലെ തന്നെ FOയുടെ ഒരു കൽബ്, അവിടെ ആക്ടിന്റെ സ്റ്റാർക്ക് എല്ലാവരും നിൽക്കുകയാണ്. എന്തായാലും വണ്ടി എടുത്ത് ഫ്രണ്ടിലേക്ക് കയറുന്നുണ്ട്. എന്തായാലും റേഞ്ചറിന് മിക്കവാറും അടി കിട്ടുമെന്ന് തോന്നുന്നു. എന്തായാലും വണ്ടി ഇടിച്ച് വണ്ടി ഇല്ല. എൻ്റെ പൊന്നുമോനെ, വണ്ടിയിൽ വന്ന് എനിമിയെ അടിച്ച്, വണ്ടിയിൽ വന്ന് FOയുടെ ഒരു മെമ്പറിനെ അടിച്ചു തൂഫാനാക്കിക്കൊണ്ട് സാക്കിന്റെ റേഞ്ചർ അങ്ങനൊന്നും വിട്ടുകൊടുക്കില്ല. ലെവൽ 3 വെസ്റ്റ്, ലെവൽ 3 ബാഗ്, ലെവൽ 3 ഹെൽമെറ്റ്, ഇങ്ങ് കയറി വാടാ, ഇങ്ങ് കയറി വരി എന്ന് പറഞ്ഞുകൊണ്ട് സാക്കിന്റെ റേഞ്ചർ അവിടെ നിൽപ്പുണ്ട്. ഒരേ ഒരു കുളിര്, സാക്കിന്റെ റേഞ്ചർ. നേർക്ക് നേരെ നിൽക്കുന്നത് ആക്ടിന്റെ കൽബ്, ആക്ടിന്റെ ഫാൻഡമാണോ അവിടെ എന്തായാലും നിൽപ്പുണ്ട്. ടീമെല്ലാം സെറ്റാണ്, ഒരു രക്ഷയില്ല. എന്തായാലും സാക്കിന്റെ കൽബ് ഇവിടെ നിൽപ്പുണ്ട്, ഒരു രക്ഷയില്ല. നേർക്ക് നേരെ നോക്കി കഴിഞ്ഞാൽ സ്റ്റാർക്കിനെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞു. മിക്കവാറും ആ അടി അവിടെ വീഴും താഴെ. FOയുടെ കാസ്ട്രോ വന്ന് നിൽപ്പുണ്ട്, ഒരു രക്ഷയില്ല. ഇനി 16 മെമ്പർ കണ്ടു കഴിഞ്ഞു. സ്റ്റാർക്കിലേക്ക് പോവാം. അവിടെ എനിക്ക് തോന്നുന്നു DP ഇട്ടുള്ള ഒരു സ്പ്രേ കാണാം. സ്റ്റാർക്കിന്റെ ഒരു സ്പ്രേ തന്നെ, സ്റ്റാർക്കിന്റെ സ്പ്രേ തന്നെ അവിടെ നമുക്ക് കാണാം. എന്തായാലും പോലീസ് സ്പ്രേ, ഒരു രക്ഷയില്ല. എന്തായാലും പൊങ്ങി അടിക്കുന്നു. അവിടെ എന്തായാലും ഫ്രണ്ടിലേക്ക് കയറുന്ന റേഞ്ചറിന് അവിടെ സ്പ്രേ വീഴുന്നുണ്ട്. ഒരു ബുള്ളറ്റ് പോലും കൊണ്ടില്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഒരു ബുള്ളറ്റ് കൊണ്ട്. FOയുടെ ഗ്യാസോ ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. പുഷ് ചെയ്തു കയറിയിരിക്കുന്നു. ഒരു രക്ഷയില്ല. FOയുടെ ഗ്യാസോ ഫ്രണ്ടിലേക്ക് കയറിയിരിക്കുന്നു. വീട്ടിനുള്ളിൽ FOയുടെ ഗ്യാസോ കയറി കഴിഞ്ഞാൽ ആക്ടിന്റെ സ്റ്റാർക്കിന് അടി വീഴും. പക്ഷേ ആക്ടിന്റെ സ്റ്റാർക്ക് ഇവിടെ നിൽപ്പുണ്ട്. സ്പ്രേ റെഡ് ഔട്ടിനുള്ള സ്പ്രേ, FOയുടെ ടീമിന് തന്നെ റെഡ് ഔട്ടിനുള്ള സ്പ്രേ. ആ അടി ഒന്നും കൊള്ളുന്നില്ല കൽബെ, ഒന്ന് മുറുക്കി അടിച്ചു കഴിഞ്ഞാൽ നിനക്ക് കൊള്ളും. FOയുടെ കാസ്ട്രോയ്ക്കിട്ടുള്ള അടി, ആക്ടിന്റെ സ്റ്റാർക്ക് ഇവിടെ നിന്ന് FOയുടെ കാസ്ട്രോയും സാക്കിന്റെ റേഞ്ചറിനെയുമുള്ള അടി. ഒരു രക്ഷയില്ല. സാക്കിന്റെ റേഞ്ചറിന് ഒരു ഡാമേജ് വരുത്താൻ കഴിഞ്ഞു. പക്ഷേ FOയുടെ ടീമിനും ഒരു ഡാമേജ് വരുത്താൻ കഴിഞ്ഞു. ഒരു രക്ഷയില്ല. എന്തായാലും റേഞ്ചറിനെ വീണ്ടും സ്പോട്ട് ചെയ്തിരിക്കുന്നു. ആക്ടിന്റെ സ്റ്റാർക്ക് ഇവിടെ സ്പോട്ട് ചെയ്തിരിക്കുന്നു. വീണ്ടും സ്പോട്ട്, ഒരു രക്ഷയില്ല. ഒരു പെയിൻ കില്ലറൊക്കെ പൊട്ടിച്ചടിച്ചു, ഒരു രക്ഷയില്ല. എന്തായാലും അടുത്ത മെമ്പർ കയറുന്നുണ്ട്. അവിടെ FOയുടെ അടുത്ത മെമ്പർ റൈറ്റ് ഫ്ലാങ്ക് ചെയ്ത് കയറുന്നുണ്ട്. ഒരു രക്ഷയില്ല. സ്ട്രിപ്പ് സാക്കിന്റെ റൂമൊക്കെ മറന്നു എന്ന് പറയുന്നുണ്ട് ആഷ്. അങ്ങനെ സാക്കിന്റെ റൂം മറന്നിട്ട് സ്ട്രിപ്പ് എവിടെ വരെ പോകാനാണ് കൽബ്. എന്തായാലും സാക്കിന്റെ റേഞ്ചറിന്റെ അടുത്ത് അവിടെ അടി വീഴുന്നുണ്ട്. എനിക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആക്ടിന്റെ സ്റ്റാർക്ക് നൈസ് ക്വാളിറ്റി കൂടെ ബോംബിട്ടു. എനിക്ക് തോന്നുന്നു ആടി 6xന്റെ സ്പ്രേ, സാക്ക് റേഞ്ചറിന്റെ 6xന്റെ സ്പ്രേ. നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് വേറെ ടീം. എന്തായാലും ആക്ടിന്റെ സ്റ്റാർക്കിനെ പുഷ് ചെയ്യും, ഉറപ്പാണ്. ആക്ടിന്റെ സ്റ്റാർക്കിനെ പുഷ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിലേക്ക് കയറുന്നു. എന്തായാലും പുഷ് ചെയ്യുന്നു. ബാക്കിൽ ഒരു വണ്ടി വരുന്ന കാര്യം അറിഞ്ഞിരുന്നു. ഇടിച്ചിട്ടില്ല, ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നുമോനെ, സാക്കിന്റെ അംജിതാണ്. അങ്ങനൊന്നും ഞാൻ എൻ്റെ സാക്കിന്റെ അടുത്ത മെമ്പറിനെ ഇവിടെ വാഴ്ത്തിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അംജിത് കയറുന്നുണ്ട്. സാക്കിന്റെ അംജിതിനെ റെഡ് ഔട്ടിന്റെ സ്പ്രേ ഇവിടുന്ന് പോകുന്നു, ഒരു രക്ഷയില്ല. അപ്പോൾ അംജിത് നൈസ് ക്വാളിറ്റി കൂടെ വണ്ടിയിൽ കിടന്ന് കളറെ. OMന്റെ ടീമിനെ AGDയുടെ ഓസത്തിനെ OMന്റെ കൽവ് അവിടെ നിന്ന് അടിച്ചിട്ടുണ്ട്. AGDയുടെ ഓസത്തിന് കിട്ടിയിട്ടുണ്ട്, ഒരു രക്ഷയില്ല. എന്തായാലും ആക്ടിന്റെ സ്റ്റാർക്ക് നിന്ന് DB7ന്റെ കൽവിനെ എടുത്തു വിട്ടിരിക്കുന്നു, ഒരു രക്ഷയില്ല. K56
എൻ്റെ പൊന്നു മോനെ ഒരു രക്ഷയില്ല. ആക്ടിൻ്റെ സ്റ്റാർക്കും ഇവിടെ സാക്കിൻ്റെ അംജിതും നൈസ് ക്വാളിറ്റി കൂടെ ഒരു ബോംബ്. ഈ ബോംബ് നീഡ് എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീ തീർന്നു ആക്ടിൻ്റെ സ്റ്റാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നൈസ് ക്വാളിറ്റി കൂടെ ഒരു ബോംബ് ഇട്ടു. പക്ഷേ ഈ ബോംബ് എഫക്റ്റ് ചെയ്തില്ല. കൽബെ നീ കയറി പുഷ് ചെയ്യ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും അവിടെ ബാക്കിയുള്ള മെമ്പേഴ്സിലേക്ക് പോവാം. എനിക്ക് തോന്നുന്നു അംജിത് അവിടെ നൈസ് ക്വാളിറ്റി കൂടെ വണ്ടിയൊക്കെ എടുത്ത് കറങ്ങുന്നുണ്ടായിരുന്നു. അടുത്ത നീഡ് എറിയുന്നുണ്ട്. അവൻ എന്തായാലും വണ്ടി വിടത്തില്ല. സാക്കിൻ്റെ അടുത്ത് ലീഡറിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, ഞാൻ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങും, ഒരു രക്ഷയില്ല, എനിക്ക് വണ്ടിക്ക് ഇടിക്കാൻ ഇന്ന് ആളെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിക്കാള കൊണ്ട് എന്തായാലും കറങ്ങിയാണ് അംജിത്. ഒരു രക്ഷയില്ല, അംജിത് കറങ്ങുന്നു. അംജിതിൻ്റെ കറക്കമാണ് കാണാൻ കഴിയുന്നത്. സാക്കിൻ്റെ ഇറാങ്കിളുടെ മണ്ണ് ഫുള്ളായിട്ട് എനിക്ക് തീരെ എഴുതി തന്നു, സാക്കിൻ്റെ കൽബ് തീരെ എഴുതി തന്നു എന്ന് പറഞ്ഞുകൊണ്ട് 13 മെമ്പർ DRK സ്പൈഡി എവിടെയെന്ന് പറയുന്നുണ്ട്. കൽബെ DRK സ്പൈഡി ഇവിടെ ഉണ്ട്. 2 കില്ല് എടുത്തുകൊണ്ട് സ്പൈഡി ഇവിടെ നിൽക്കുന്നു. കയ്യിലിരിക്കുന്ന AKമാണ്. അവിടെ അടി വീഴുന്നുണ്ട്. ഏത് ടീമിനാണ് അടി വീഴുന്നത്? ഡാർക്ക് സ്പൈഡി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. കൽബെ ഇവിടെ കാണിച്ചു കഴിഞ്ഞു. സ്പൈഡി ഇവിടെ നിനക്ക് കാണിച്ചു കഴിഞ്ഞു. കൽബെ നിനക്ക് ഇവിടെ കാണിച്ചു കഴിഞ്ഞു. എന്തായാലും ഹോളോയിൽ എന്തായാലും കയറുന്നുണ്ട്. സ്പൈഡി ഇവിടെ കയറുന്നുണ്ട്. ഒരു രക്ഷയില്ല. എന്തായാലും ഇവിടുന്ന് എന്തായാലും നോക്കുന്നുണ്ട്, ഫ്രണ്ടിലേക്ക് നോക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. എന്തായാലും ബാക്കിയുള്ള മെമ്പേഴ്സിലൊക്കെ പോവാം. K3Nന്റെ ഒരു കൽബുണ്ട്. K3Nന്റെ കൽബിൻ്റെ അടുത്ത് നിൽക്കുന്ന മറ്റാരുമല്ല F1ന്റെ ബ്രൂട്ടൽ ഇവിടെ നിൽപ്പുണ്ട്. ബ്രൂട്ടൽ മറ്റേ അതിനകത്തൊക്കെ പറയുന്ന പോലെ ബ്രൂട്ടൻ 916 മറ്റേ ഇതുണ്ടല്ലോ ഗണ്ണെന്നൊക്കെ പറയുന്ന പോലെ, എൻ്റെ പൊന്നുമോനെ പോലീസ് സാധനം എന്നൊക്കെ പറയുന്ന പോലെ ബ്രൂട്ടൽ ഇവിടെ നിൽപ്പുണ്ട്. ഒരു രക്ഷയില്ല. ഒരു പോലീസ് സാധനം ഈ ഗണ്ണ് വെച്ച് നിനക്കൊരു വെടി വെച്ച് കഴിഞ്ഞാൽ അത് 9 വെടിയായി മാറും. ഒരു രക്ഷയില്ല. എന്തായാലും അവിടെ ബ്രൂട്ടൻ അവിടെ നിൽപ്പുണ്ട്. ഒരു രക്ഷയില്ല. ബ്രൂട്ടൽ അവിടെ നിൽപ്പുണ്ട്. F4ടെ ബ്രൂട്ടൽ OM ടീമിനെ കണ്ടെന്ന് തോന്നുന്നു. അവിടെ അംജിത് കയറി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എന്തായാലും സാക്കിൻ്റെ ലീഡർ എനിക്ക് പ്രത്യേകം ഒരു വണ്ടി മേടിച്ച് തന്നു. എന്തായാലും ഇന്ന് ഫുള്ള് റാങ്കിൾ മാപ്പ് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാൻ പറഞ്ഞു എൻ്റെ കൽബിൻ്റെ അടുത്ത്. എന്തായാലും അവിടെ എല്ലാ ടീംസും നിൽപ്പുണ്ട്. അപ്പർ വ്യൂയിലേക്കൊക്കെ പോകാൻ നമ്മളിങ്ങനെ എപ്പോഴും എനിമീസിന് ഇങ്ങനെ നമ്മുടെ മെമ്പേഴ്സിന് ഇങ്ങനെ ആക്ടിൻ്റെ ടോണി ഒരേ ഒരു കുളിര് ആക്ടിൻ്റെ ടോണി ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട്. പക്ഷേ K3Nന്റെ കൽബിനെ കണ്ടോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും 13 മെമ്പേഴ്സ്. താഴെ OMന്റെ ഒരു കൽബ് നിൽപ്പുണ്ട്. ഇവിടെ മുകളിലായിട്ട് അവിടെ റോബർട്ട് ടോണി നിന്ന് F4ടെ ഇൻസേനെ എടുത്ത് വിട്ടിട്ടുണ്ട്. റോബർട്ട് ടോണി നിന്ന് നെക്സ്റ്റ് റൂം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കൽബെ നെക്സ്റ്റ് റൂമില്ല. നെക്സ്റ്റ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്കിൻ്റെ മറ്റേ റൂമാണ്, സാക്കിൻ്റെ മെയിൻ റൂമാണ്. അത് വൈകിട്ട് 9 മണിക്കായിരിക്കും. 9 മണി മാച്ച്. അപ്പോൾ ലൈവ് കാര്യങ്ങളൊക്കെ കാണും. എന്തായാലും ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. നല്ലൊരു കാഴ്ച. അതായത് OMന്റെ ഒരു മെമ്പർ, F4ടെ ഒരു മെമ്പർ, അൺസ്റ്റോപ്പബിളിൻ്റെ ഒരു മെമ്പർ, സാക്കിൻ്റെ ഒരു മെമ്പർ, 5 മെമ്പർ. ഒരു രക്ഷയില്ല. ഇറാങ്കിളുടെ മണ്ണിൽ 5 മെമ്പർ. അവിടെ അംജിതും ആക്റ്റും അടിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. സാക്കും ആക്റ്റും തമ്മിലുള്ള അടി. ഒരു രക്ഷയില്ല. 5 മെമ്പർ. ഇത് ആദ്യമായിട്ടുള്ള കാഴ്ച. 5 മെമ്പർ ഈ സോണിൽ. 5 മെമ്പർ അടുത്തടുത്ത്. അവിടെ ഒരു ഡ്രോപ്പും വീഴുന്നു. ഒരു രക്ഷയില്ല. അൺസ്റ്റോപ്പബിളിന്റെ K3N അവിടെ എന്തായാലും സാക്ക് റേഞ്ചറിനെ വണ്ടി ഇടിച്ച് നോക്കാക്കിയിരിക്കുന്നു. വണ്ടി ഇടിച്ച് കില്ലെടുത്ത് വിട്ടിരിക്കുന്നു. സാക്കിന്റെ റേഞ്ചറിന് ആക്ടിന്റെ സ്റ്റാർക്ക് അവിടെ അടിക്കുന്നുണ്ട്. ആക്ടിന്റെ സ്റ്റാർക്ക് എനിക്ക് തോന്നുന്നു F4ടെ ഒരു കൽബിനെ അവിടെ കയറി അടിച്ചിരിക്കുന്നു. ഒരു രക്ഷയില്ല. F4ടെ ഒരു കൽബിനെ അവിടെ അടിച്ചിരിക്കുന്നു. 10 മെമ്പേഴ്സാണ് ഇനിയുള്ളത്. 10 മെമ്പേഴ്സ്. ഒരു രക്ഷയില്ല. എന്തായാലും അവിടെ ആക്ടിന്റെ ടോണിയിൽ നിന്ന് അൺസ്റ്റോപ്പബിളിന്റെ K3Nനെ അവിടെ എടുത്തു വിട്ടിരിക്കുന്നു. ആക്ടിന്റെ ടോണി എന്തായാലും സാക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. നേർക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ OM ടീമിന്റെ കൽബ്, ആക്ടിന്റെ ടോണി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആക്ടിന്റെ സ്റ്റാർക്ക് സെറ്റാണ്. ഒരു രക്ഷയില്ല. F4ടെ കാസ്ട്രോ ബാക്കിൽ വരുന്നു. അങ്ങനെ നീ F4ടെ ഒരു മെമ്പറിനെ എടുത്ത് വിട്ട് കഴിഞ്ഞാൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് F4ടെ കാസ്ട്രോ ഫ്രണ്ടിലേക്ക് കയറുന്നു. ഒരു രക്ഷയില്ല. നീ കയറി കഴിഞ്ഞാൽ F4ടെ കാസ്ട്രോ ഫ്രണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ആക്ടിന്റെ സ്റ്റാർക്കിനെ കിട്ടും. പക്ഷേ ആക്ടിന്റെ സ്റ്റാർക്ക് നൈസ് ക്വാളിറ്റി കൂടെ ഒരു സ്മോക്ക് ഇട്ട് വണ്ടി എടുക്കാനാണ്. ഒരു രക്ഷയില്ല. ബാക്കിൽ നിന്ന് അടി വരുന്ന മറ്റാരുമല്ല ASTയുടെ സർവൈവറിന്റെ തന്നെ അടി. അത് പോകുന്നത് സാക്കിന്റെ അംജിതിനാണ്. ഒരു രക്ഷയില്ല. 9 മെമ്പേഴ്സ്. ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ASTയുടെ സർവൈവർ അവിടെ നിന്ന് അടിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. എന്തായാലും ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ F4 കാസ്ട്രോ ഫ്രണ്ടിലേക്ക് കയറി. അവിടെ F4ടെ കാസ്ട്രോ ഫ്രണ്ടിലേക്ക് കയറി. പക്ഷേ ആക്ടിന്റെ സ്റ്റാർക്ക് നൈസ് ക്വാളിറ്റി കൂടെ F4ടെ കാസ്ട്രോയെ അവിടെ എടുത്തു വിട്ടു. ഒരു രക്ഷയില്ല. അവിടെ എന്തായാലും ഇവിടെ അടിക്കുക നടക്കുന്നുണ്ട്. ASTയുടെ സർവൈവർ അവിടെ നിൽക്കുന്നുണ്ട്. ASTയുടെ സർവൈവർ അവിടെ നിന്നുകൊണ്ട് അവിടെ സാക്കിന്റെ അംജിതിന് അടി വീഴുന്നുണ്ട്. കൽബെ നീ ഒന്ന് മുറുക്കി അടിച്ചു കഴിഞ്ഞാൽ, ഒരു മെഡിക്കിട്ട് മുറുക്കി അടിച്ചു കഴിഞ്ഞാൽ OM ടീമിന്റെ കൽബ് നിന്ന് ആക്ടിന്റെ ടോണിയെ ഒറ്റയടിക്ക് കില്ലെടുത്ത് വിട്ടിരിക്കുന്നു. ഒരു രക്ഷയില്ല. OMന്റെ കൽബ് അവിടെ നിന്ന് ആക്ടിന്റെ ടോണിയെ സ്നൈപ്പറിന് ഒറ്റ കില്ല്. ആ അടിയോടുകൂടി ആക്ടിന്റെ ടോണി അവിടെ ഉറക്കിയിരിക്കുന്നു. ഒരു രക്ഷയില്ല. OMന്റെ കൽബ് ഇതിനു വേണ്ടി തന്നെയായിരുന്നു അവിടെ നിന്നത്. മിക്കവാറും ആക്ടിന്റെ ടോണി അവിടെ AWM എടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ആക്ടിന്റെ സ്റ്റാർക്ക് ഫ്രണ്ടിൽ നിന്ന് കയറി OMന്റെ കൽബിനെ എടുക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ഒരു രക്ഷയില്ല. അവിടെ സ്പൈഡി ഫ്രണ്ടിലേക്ക് കയറുന്നുണ്ട്. 7 മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവിടെ എന്തായാലും നമ്മുടെ കൽബ് നിപ്പോണ്ട് 7 മെമ്പേഴ്സ് അവിടുന്ന് ബാക്കിൽ നിന്ന് അടി വരുന്നുണ്ട്. അവിടെ എന്തായാലും ഡാർക്ക് സ്പൈഡിക്ക് അടി കിട്ടുന്നത് ASTയുടെ കൽബിൻ്റെ അടുത്ത് നിന്നാണ്. അടുത്തൊരടി പോകുന്നു. OM ടീമിൻ്റെ കൽബ് നിന്ന് സാക്കിൻ്റെ അംജിദ് ഫുൾ ഓപ്പൺ ഏരിയ. കൽബ് നീ ഫ്രണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നൈസ് ക്വാളിറ്റി കൂടെ OMനെ എടുത്ത് വിടാം. ഒരു രക്ഷയിൽ എന്തായാലും ഫ്രണ്ടിലേക്ക് കയറുന്നുണ്ട്. അങ്ങനൊന്നും സാക്ക് എനിക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങനൊന്നും നിനക്ക് തന്നു വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അംജിദ് ഫ്രണ്ടിലേക്ക് കയറുന്നു. ലൈവ് കാണുന്ന ഏതെങ്കിലും മെമ്പർ ഉണ്ടെങ്കിൽ ലൈവ് ചാറ്റിൽ കൂടെ ജസ്റ്റ് ഒരു മെസ്സേജ് വിടുക. എൻ്റെ ലൈവ് കാര്യങ്ങളൊക്കെ കട്ടായെന്ന് എനിക്ക് അറിയാൻ വേണ്ടിയാണ്. ജസ്റ്റ് ഒരു നാശ സ്ട്രിപ്പ് കൽബ് എല്ലാവരും AST ഓസം മൂസം എല്ലാവരും ഒരു മെസ്സേജ് ഇടാ കൽബ് എൻ്റെ ലൈവ് കട്ടായോ എന്ന് അറിയാനാണ്. എന്തായാലും ASTയുടെ ഒരു കൽബ്, ആക്ടിൻ്റെ കൽബ്, OMൻ്റെ കൽബ്. എന്തായാലും ഇവിടെ എന്തായാലും സാക്കിൻ്റെ അംജിദ് ഫ്രണ്ടിലേക്ക് കയറുന്നു. ഒരു രക്ഷയില്ല. എന്തായാലും ലൈവ് കട്ടായോ എന്ന് അറിയാൻ വേണ്ടിയാണ് കൽബ് ഒരു മെസ്സേജ് ഇടാ. ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സാക്കിൻ്റെ നോവ അവിടെ നിൽപ്പുണ്ട്. ഒരു രക്ഷയില്ല. അവിടെ ASTയുടെ സർവൈവർ അവിടെ നിൽപ്പുണ്ട്. ഇല്ല എന്ന് പറയുന്നുണ്ട്. നൈസ് ഗെയിം ബ്രോ എന്ന് പറയുന്നുണ്ട് ഷിബിൻ വിജയ്. ഒരു രക്ഷയില്ല. നൈസ് ഗെയിം ബ്രോ എന്ന് പറയുന്നുണ്ട്. ഒരു രക്ഷയില്ല. എന്തായാലും ഇത് തന്നെ ഒരു ഗെയിം. എന്തായാലും സോളോ റൂം മാച്ച് ഇത് തന്നെ. ആക്ടിൻ്റെ സ്റ്റാർക്കും ഡാർക്ക് സ്പൈഡിയും തമ്മിലുള്ള അടി. ദാവൂദ് ഡേ എന്ന് പറയുന്നുണ്ട്. എൻ്റെ പൊന്നുമോനെ അവിടെ റോബർട്ട് ടോണിയും ഡാർക്കിൻ്റെ സ്പൈഡിയും ആക്ടിൻ്റെ സ്റ്റാർക്കും ASTയും അവിടെ കയറി. സ്റ്റാർക്ക് നിന്ന് സ്പൈഡി എടുത്ത് വിട്ടിരിക്കുന്നു. ഡാർക്കിൻ്റെ സ്പൈഡി എടുത്ത് വിട്ടിരിക്കുന്നു. ഒരു രക്ഷയില്ല. നഹാസൊക്കെ കട്ടായില്ല എന്ന് പറയുന്നുണ്ട്. ഒരു രക്ഷയില്ല. അവിടെ നിന്ന് ASTയുടെ കൽബ് അടിക്കുന്നുണ്ട്. ASTയുടെ കൽബും അവിടെ ASTയുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു അടി നടക്കുന്നുണ്ട്. ഈ അടിയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമോനെ അവിടെ സാക്കിൻ്റെ അംജിദ് ഫ്രണ്ടിലേക്ക് കയറി. അവിടെ OM ടീമിൻ്റെ കൽബിനെ അടിക്കാൻ വേണ്ടിയാണ് സാക്കിൻ്റെ അംജിദ് ഫ്രണ്ടിലേക്ക് കയറി. ഞാൻ പറഞ്ഞില്ലേ അംജിദ് സാക്കിൻ്റെ ഒരേ ഒരു കുളിര് അംജിദ് ഫ്രണ്ടിലേക്ക് കയറുമെന്ന് എനിക്ക് ഒരേ ഒരു ഉറപ്പായിരുന്നു. എന്തായാലും ഫ്രണ്ടിലേക്ക് കയറി. എന്തായാലും OM ടീമിൻ്റെ കൽബും സാക്കിൻ്റെ അംജിദും ഒരേ ലെവലിൽ സ്മോക്ക് ഇട്ട് കളിക്കുകയാണ്. ഒരു രക്ഷയില്ല. നീ ഇങ്ങ് കയറി പോനെ. അവിടെ അംജിദ് പറയുന്നു നീ ഇങ്ങോട്ട് കയറി മോനെ എന്ന് പറയുന്നുണ്ട്. അംജിദ് അവിടെ അടക്കുന്നുണ്ട്. നൈസ് ക്വാളിറ്റി കൂടെ വണ്ടി കൊണ്ടുവന്നു. എന്തായാലും അംജിദ് അവിടെ എൻ്റെ പൊന്നുമോനെ അവിടെ നിന്ന് OM ടീമിൻ്റെ കൽബ് അവിടെ സാക്കിൻ്റെ അംജിദിനെ എടുത്ത് വിട്ടിരിക്കുന്നു. എന്തായാലും ASTയുടെ സർവൈവർ അവിടെ വണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും നോവ സ്പോട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആക്ടിൻ്റെ സ്റ്റാർക്ക് നിൽപ്പുണ്ട്. 2 ടീമും വണ്ടി എടുത്തു. സർവൈവറും വണ്ടി എടുത്തു. നോവ അവിടെ നിന്ന് OM ടീമിൻ്റെ കൽബിനെ എടുത്ത് വിട്ടിരിക്കുന്നു. ഒരു രക്ഷയില്ല. 3 മെമ്പർ സാക്കിൻ്റെ ടീം, ആക്ടിൻ്റെ ടീം, AST ടീം 3 മെമ്പർ വണ്ടി കൊണ്ട് കറങ്ങുന്ന കറക്കം. ഒരു രക്ഷയില്ല. ASTയുടെ കൽബും ആക്ടിൻ്റെ സ്റ്റാർക്കും ഇവിടെ 3 മെമ്പർ വണ്ടി കൊണ്ട് കറങ്ങുന്നു. ഒരു രക്ഷയില്ല. 3 മെമ്പർ അങ്ങനൊന്നും പിടിച്ചാൽ കിട്ടില്ല. വണ്ടി തറയിൽ നിന്ന് അടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാർക്കും സർവൈവറും സാക്കിൻ്റെ നോവും കട്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഒരു രക്ഷയില്ല. ദാവൂദിൻ്റെ അനിയൻ ഡേവിഡ് അവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു രക്ഷയില്ല. സാക്കിൻ്റെ നോവയും സാക്കിൻ്റെ സ്റ്റാർക്കും AST സർവൈവറും തമ്മിൽ നേർക്കുനേരെ നിൽക്കുന്ന കാഴ്ചയാണ്. ഒരു രക്ഷയില്ല. എന്തായാലും 3 മെമ്പർ നേർക്കുനേരെ നിൽപ്പുണ്ട്. എന്തായാലും വണ്ടി അവിടെ കുത്തിക്കഴിഞ്ഞു. സാക്കിൻ്റെ നോവ നൈസ് ക്വാളിറ്റിയുടെ വണ്ടി അവിടെ കുത്തിക്കഴിഞ്ഞു. ഒരു രക്ഷയില്ല. ഫ്രണ്ടിലേക്ക് കയറും. എന്തായാലും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നൈസ് ക്വാളിറ്റി കൂടെ ASTയുടെ സർവൈവറിൻ്റെ ഒരു ബോംബ് അവിടെ വീഴുന്നുണ്ട്. ഒരു രക്ഷയില്ല. വണ്ടി നിർത്തി. മിക്കവാറും സാക്കിൻ്റെ നോവ ഇവിടെ നിന്ന് അടിക്കും. അവിടെ ASTയുടെ സ്റ്റാർക്ക് നിൽപ്പുണ്ട് 17 നമ്പർ എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആക്ടിൻ്റെ സ്റ്റാർക്ക് എന്തായാലും ഒരു കാരണം വെച്ചാലും എന്തായാലും സോണിൽ നിന്ന് ഞാൻ വിട്ട് കളിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഞാൻ പറഞ്ഞില്ലേ വണ്ടി എടുക്കാനാണ് തന്നെ സർവൈവറെ കാത്തിരിക്കുന്നത് വണ്ടി എടുക്കാൻ വേണ്ടിയായിരുന്നു. നൈസ് ക്വാളിറ്റി കൂടെ സർവൈവർ അവിടെ സാക്കിനെ നോവ എടുത്ത് വിട്ടിരിക്കുന്നു. ഇനി 2 മെമ്പർ സർവൈവറും ആക്ടിൻ്റെ സ്റ്റാർക്കും സർവൈവറും തമ്മിൽ നേരെ നിൽക്കുകയാണ്. AST സർവൈവറും പൊന്നുമോനെ അവിടെ നിന്ന് സർവൈവറിനെ എടുത്ത് വിട്ടിരിക്കുന്നു. ഒരു രക്ഷയില്ല. അങ്ങനെ ഇന്ന് സാക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആക്ട് തന്നെ കൊണ്ടുപോയി. മോസ്റ്റ് കില്ലെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് കില്ല് 35 മെമ്പറിൽ മോസ്റ്റ് കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽബെ മോസ്റ്റ് കില്ലിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റാരുമല്ല അവിടെ ആക്ടിൻ്റെ സ്റ്റാർക്ക് തന്നെയാണ് മോസ്റ്റ് കില്ല്. ഒരു രക്ഷയില്ല. ആക്ടിൻ്റെ സ്റ്റാർക്ക് ഇന്ന് സാക്കിന് വേണ്ടി കൊടുത്തിരിക്കുന്ന മോസ്റ്റ് കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കില്ല്. ഒറ്റയാൾ പോരാട്ടം. ഒരു രക്ഷയില്ല. 5 കില്ല് എടുത്തുകൊണ്ട് ആക്ടിൻ്റെ സ്റ്റാർക്ക് തന്നെ ചിക്കൻ കൊണ്ടുപോയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഒരു രക്ഷയില്ല. എന്തായാലും ആക്ടിൻ്റെ സ്റ്റാർക്ക് 5 കില്ല്, AST സർവൈവർ 2 കില്ല്, സാക്കിൻ്റെ നോവ 2 കില്ല്, OMൻ്റെ കൽബ് 4 കില്ല്, K56ൻ്റെ അംജിദ് 1 കില്ല്, റോബർട്ട് ടോണി 1 കില്ല്, എന്തായാലും സാക്ക് റേഞ്ചർ 3 കില്ല്, എന്തായാലും കാർലോ DB7ൻ്റെ കാർലോ 2 കില്ല്, ആക്ടിൻ്റെ ചെതു 1 കില്ല്, എഫോടെ ഡെത്ത് വിഷ് 2 കില്ല്, എന്തായാലും അവിടെ EXPയുടെ ആബേൽ 1 കില്ല്, IGയുടെ ലൂഗ 2 കില്ല്, എന്തായാലും സാക്കിൻ്റെ സുൽത്താൻ 1 കില്ല്, എന്തായാലും എഫോടെ ഒരു കൽബ് അവിടെ 1 കില്ല്. എന്തായാലും ഇന്ന് നല്ല രീതിയിൽ എല്ലാ ടീമും മാച്ച് കാര്യങ്ങളെല്ലാം കാഴ്ചവെച്ചു. ഒരു രക്ഷയില്ല.
അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ടേക്കട്ടെ. എന്തായാലും എൻ്റെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ഒന്ന് ഇടാൻ വേണ്ടിയാണ് ഒരു സ്ക്രീൻഷോട്ട് പോയെന്ന് എനിക്ക് തോന്നുന്നു. സ്ക്രീൻഷോട്ട് പോയിട്ടുണ്ട്. എന്തായാലും സെറ്റാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ എല്ലാ ടീംസും നല്ല രീതിയിൽ തന്നെ കളി കാഴ്ച വെച്ചു, ഒരു രക്ഷയില്ല. എന്തായാലും നല്ലൊരു ഗെയിം തന്നെയായിരുന്നു. എന്തായാലും സോളോ മാച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഗെയിം തന്നെയായിരുന്നു. ഇന്ന് എന്തായാലും റൂം മാച്ച് കാര്യങ്ങൾ 35 മെമ്പേഴ്സ് എല്ലാം പങ്കെടുത്തു. എന്തായാലും ഈ 35 മെമ്പേഴ്സിനും വളരെയധികം സാക്കിൻ്റെ പേരിൽ വളരെയധികം നന്ദി അറിയിച്ചുകൊള്ളുന്നു. എന്തായാലും ഒരു രക്ഷയില്ല. എന്തായാലും അടുത്ത സീസണിൽ ഒരു റോയൽ പാസൊക്കെയുള്ള ഒരു സോളോ റൂം മാച്ച് തന്നെ നമ്മൾ വെക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ID പാസ്വേഡ് കാര്യങ്ങളെല്ലാം ഗ്രൂപ്പിൽ തന്നെ വരും. അതിൻ്റെ ജസ്റ്റ് ഒരു ട്രയൽ തന്നെയായിരുന്നു ഇത്. അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ട്രയൽ തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു റോയൽ പാസ് കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ മെമ്പേഴ്സും കാര്യങ്ങളും എല്ലാം വരും. അപ്പോൾ കുഴപ്പമില്ല. എന്തായാലും ആ റോയൽ പാസിക്കുള്ള റൂം മാച്ച് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നൈറ്റ് തന്നെയായിരിക്കും. കാരണം എല്ലാ ടീംസും ഒന്ന് സെറ്റാവാൻ വേണ്ടിയാണ്, എല്ലാ മെമ്പേഴ്സും ഒന്ന് സെറ്റാവാൻ വേണ്ടി നമ്മൾ നൈറ്റ് തന്നെ അത് വെക്കൂ, അല്ലാതെ നമ്മൾ മാറ്റി വെക്കുകയൊന്നുമില്ല. എന്തായാലും ആ സോളോ മാച്ച് നൈറ്റ് തന്നെ വെക്കൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ ID പാസ്വേഡ് ഗ്രൂപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ടീംസ് ആരൊക്കെ കയറുന്നെന്ന് നമുക്ക് നോക്കാൻ പറ്റില്ല. എന്തായാലും 100 മെമ്പേഴ്സ് ഫുള്ള് തികഞ്ഞു എങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, ആ സോളോ റൂം മാച്ച് സ്റ്റാർട്ട് ചെയ്യും. എന്തായാലും ഇന്നത്തെ ചിക്കൻ കൊണ്ടുവരിക്കുന്ന ആക്ടിൻ്റെ സ്റ്റാർക്ക് 5 കില്ലെടുത്ത് ആക്ടിൻ്റെ സ്റ്റാർക്ക് തന്നെയാണ് ചിക്കൻ കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക്കുന്നത്. എന്തായാലും ഇത് ജസ്റ്റ് ഒരു റോയൽ പാസ് എന്നുള്ള ഒരു മാച്ചിന് വേണ്ടിയുള്ള ജസ്റ്റ് ഒരു ട്രയലായിരുന്നു. എന്തായാലും ഓക്കെയാണ്, സെറ്റാണ്, ടീമെല്ലാം സെറ്റാണ്, മുത്തുമണികളെല്ലാം സെറ്റാണ്, F4 കൽബുകളെല്ലാം സെറ്റായിരുന്നു, എല്ലാ ടീംസും സെറ്റായിരുന്നു, ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും എല്ലാ ടീംസും നല്ല രീതിയിലൊക്കെ ഫൈറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. എന്തായാലും അടുത്ത ഒരു റൂം മാച്ച് സോളോ റൂം മാച്ച് ഇനിയും ചിലപ്പോൾ ഇടവിട്ടൊക്കെ വരും. അപ്പോൾ അടുത്ത ഒരു റൂം മാച്ചിൽ പങ്കെടുക്കുന്നിടം വരെ എല്ലാ ടീംസിനും ഇന്ന് പങ്കെടുത്ത ടീംസിനും അതുപോലെ തന്നെ ലൈവ് കണ്ട എല്ലാ ടീംസിനും വളരെയധികം നന്ദിയും. അതുപോലെ തന്നെ എൻ്റെ ലൈവ് കണ്ട എല്ലാ ടീംസും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ലിങ്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത ഒരു ലൈവിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പോൾ വൈകിട്ട് എന്തായാലും സാക്കിൻ്റെ സ്ക്വാഡ് ബേസ് ഉള്ള റൂം മാച്ചിൽ കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും എൻ്റെ ഇവിടെ ഈ സ്ട്രീമിങ്, എൻ്റെ ഈ കമൻട്രി പോലും എല്ലാം ഞാൻ ഇവിടെ നിർത്തിക്കൊണ്ട് വൈകിട്ടത്തേക്ക് നിങ്ങൾക്ക് വീണ്ടും തൊണ്ടയിട്ട് അലക്കേണ്ടതാണ്. അപ്പോൾ എൻ്റെ ഈ തൊണ്ടയും കാര്യങ്ങളും എല്ലാം പോകും. അതുകൊണ്ട് വൈകിട്ട് നിങ്ങൾക്ക് വേണ്ടി തൊണ്ടയിട്ട് അലറാൻ വേണ്ടി ഞാൻ വീണ്ടും തിരിച്ചു വരും. അതിനുവേണ്ടിയുള്ള എനർജി കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ തിരിച്ചു വരും. ആ തിരിച്ചു വരുന്നിടം വരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.